Meet the editors. ചോദ്യം ഇതാണ്, ബി.ജെ.പി. മുഖം രക്ഷിച്ചു. ഞങ്ങൾക്കൊപ്പം പിയ സുനിൽ കൂടി ഡൽഹിയിൽ നിന്നും ടെലി ട്രാൻസ്പോർട്ടിംഗ് സ്റ്റുഡിയോ സംവിധാനം വഴി തത്സമയം ചേരുന്നുണ്ട്. ആദ്യം പിയ സുനിലേക്ക്. പിയ സുനിൽ, ഗുഡ് ഈവനിങ്. പിയ സുനിൽ, ഇന്നിപ്പോൾ കണ്ട നീക്കങ്ങൾ, നാടകങ്ങൾ, ഇതെല്ലാം വളരെ ആശ്ചര്യമായി തോന്നുന്നു. പക്ഷേ ഇപ്പോഴും ഈ ഭീതി ഒഴിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് പറയുന്നത്. പക്ഷേ ഭയപ്പെട്ട് നിൽക്കാനില്ല എന്നാണ് സിസ്റ്റർമാർ പറയുന്നത്. അതിനിടയിൽ വ്യത്യസ്ത പ്രതികരണങ്ങൾ വരുന്നു. പാംബ്ലാനി പിതാവാണെങ്കിൽ ഇതിൻ്റെ മുഴുവൻ ക്രെഡിറ്റും കേന്ദ്ര സർക്കാരിന് കൂടി കൊടുക്കുന്നു. കേന്ദ്ര സർക്കാരും അമിത്ഷായും പറഞ്ഞത് വാക്കു പാലിച്ചിരിക്കുന്നുവെന്നാണ് പാംബ്ലാനി പിതാവ് പറഞ്ഞത്. എന്നാൽ കുറച്ചുകൂടി കരുതിയുള്ള പ്രതികരണമായിരുന്നു ക്ലിമീസ് തിരുമേനിയുടേത്. തിരുമേനി പറയുന്നത് പാഠം പഠിച്ചു, ചിലത് ബന്ധമില്ല എന്നല്ല. ചുരുക്കത്തിൽ വീണ്ടും സഭയുടെ വിശ്വാസമാർജിക്കാൻ ബി.ജെ.പിക്ക് സാധിച്ചിട്ടുണ്ടോ? ബി.ജെ.പി. മുഖം രക്ഷിച്ചോ ഈ വിഷയത്തിൽ? ബി.ജെ.പി. മുഖം രക്ഷിച്ചില്ല എന്ന് മാത്രമല്ല, ബി.ജെ.പിയുടെ മുഖം മൂടി അഴിഞ്ഞു വീണ ദിവസമാണ് ഇന്ന്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞത് ഛത്തീസ്ഗഡ് സർക്കാർ കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷയെ എതിർക്കില്ല എന്നാണെങ്കിൽ, ജാമ്യാപേക്ഷയെ ശക്തമായി എതിർത്ത് അമിത്ഷായുടെ വാക്കിന് പുല്ലുവിലയാണ് ഛത്തീസ്ഗഡ് സർക്കാർ നൽകിയത്. ഇന്നലത്തെ കോടതി നടപടികളും ഇന്നത്തെ കോടതി ഉത്തരവും സൂക്ഷ്മമായി പരിശോധിച്ചാൽ അത് ക്രിസ്റ്റൽ ക്ലിയർ ആണ്. ഛത്തീസ്ഗഡ് സർക്കാരിന്റെ എതിർപ്പ് തള്ളി ഈ കേസ് കള്ളക്കേസാണെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ കന്യാസ്ത്രീകൾക്ക് ജാമ്യം നൽകുന്ന തീരുമാനത്തിലേക്ക് കോടതി പോയി. അതാണ് ഫാക്ട്. കള്ളക്കേസാണെന്ന് എവിടെയാണ് പി. സുനിൽ പറയുന്നത്? ഉത്തരവിന്റെ പകർപ്പ് എന്റെ കയ്യിലുണ്ട്. കള്ളക്കേസ് എന്നുള്ള വാക്കാണ് സുനിൽ ഉപയോഗിച്ചത്. അതിനെ ഞാൻ കണ്ടസ്റ്റ് ചെയ്യാണ്. കള്ളക്കേസ് എന്നുള്ള കാര്യം, ഇറ്റ്സ് എ ഫോൾസ് കേസ് എന്നുള്ളത് ഈ ഉത്തരവിൽ പറയുന്നില്ല. താങ്കൾ ഏത് ഉത്തരവാണ് കോട്ട് ചെയ്യുന്നത്? അത് പി ആർ സുനിലിന്റെ വേർഷനാണ്. പി ആർ സുനിലിന്റെ വേർഷനാണ്. ദാറ്റ്സ് എ ഫേക്ക് വേർഷൻ, നോട്ട് ദ കോർട്ട് ഓർഡർ. കോർട്ട് ഓർഡർ അല്ല, കോർട്ട് ഓർഡർ അതില്ല. കോർട്ട് ഓർഡർ അതില്ല. കോർട്ട് ഓർഡർ ഇല്ലാത്ത കാര്യമാണ് കള്ളക്കേസ് എന്ന് പറയുന്നത്. ഞാൻ വിശദീകരിക്കാം. ഒന്നാമത്തെ ഈ കേസ് ഒരു ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സാഹചര്യമോ പരാതിയോ ഈ കേസിലില്ല. പിന്നെ ഈ കേസ് എന്തായിരുന്നു? നിർബന്ധിത മതപരിവർത്തനത്തിനായി 3 പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചു. BNS 143 വകുപ്പ് ഈ കേസിൽ ഉൾപ്പെടുത്തി, മനുഷ്യക്കടത്ത് ഉൾപ്പെടുത്തി. അങ്ങനെ ഭീകരവാദത്തിന് തുല്യമായ ഒരു കേസാക്കി ഇതിനെ മാറ്റിയെടുത്തു. ഈ കേസിനെ NIA കോടതിയിലേക്ക് കൊണ്ടുവന്നു. ഈ കേസിൽ ഈ 3 പെൺകുട്ടികളും മൊഴി കൊടുത്തിട്ടുണ്ട്. ആ മൊഴി എന്താണ്? ഈ ആരെങ്കിലും തങ്ങളെ നിർബന്ധിച്ചിട്ടല്ല, തങ്ങൾ സ്വന്തം ഇഷ്ടപ്രകാരം തൊഴിലെടുക്കാൻ പോവുകയാണ്. ഇവരുടെ രക്ഷിതാക്കൾ നൽകിയ സത്യവാങ്മൂലം എന്താണ്? കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി ക്രിസ്തീയ വിശ്വാസത്തിൽ മുന്നോട്ട് പോകുന്നവരാണ് ഞങ്ങൾ എല്ലാവരും എന്ന് ഈ രക്ഷിതാക്കളും സത്യവാങ്മൂലം നൽകി. ഇതിനപ്പുറം ഇതൊരു കേസ് കള്ളക്കേസാണെന്ന് കോടതിക്ക് ബോധ്യപ്പെടാൻ മറ്റെന്ത് വേണം? ഒരു കാര്യം കൂടി, പോലീസ് ഈ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 2 കന്യാസ്ത്രീകളെ രജിസ്റ്റർ ചെയ്തു. ഒപ്പം തന്നെ ഈ പെൺകുട്ടികളുടെ സഹോദരനെ കസ്റ്റഡിയിലെടുത്ത് ജയിലിലടച്ചു. അടുത്ത തെറ്റുണ്ട്. അല്ല, ഇതുപോലെ അല്ലല്ലോ ഞാൻ സംസാരിച്ചു തുടങ്ങുമ്പോൾ അതിൽ വിയോജിപ്പുണ്ടെന്ന് പറഞ്ഞ് ഇടപെടുകയാണല്ലോ. അങ്ങനെയാണെങ്കിൽ എന്റെ ടേണിലും വിയോജിപ്പുണ്ട് എനിക്ക്. അവസാനം പറയാം. അങ്ങനെയല്ലോ, കഴിഞ്ഞ ദിവസം വരെ അങ്ങനെ ആയിരുന്നല്ലോ. ഞാൻ പറഞ്ഞത് വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആണ്. അത് കോടതിക്ക് ബോധ്യപ്പെട്ടത് കൊണ്ട് തന്നെയാണ് ഇവർക്ക് ജാമ്യം ലഭിച്ചത്. അല്ലാതെ ഛത്തീസ്ഗഡ് സർക്കാർ എതിർക്കാതെ ഈ കേസിൽ ഞങ്ങൾക്ക് യാതൊരു എതിർപ്പുമില്ല എന്നല്ല പറഞ്ഞത്. ഛത്തീസ്ഗഡ് സർക്കാർ ഈ ജാമ്യാപേക്ഷയെ വളരെ ശക്തമായി തന്നെ എതിർത്തു. കോടതിക്ക് ബോധ്യമായി ഈ കേസിൽ യാതൊരു കഴമ്പുമില്ല. ഈ കേസ് ഒരു മനുഷ്യക്കടത്തിന്റെ കേസല്ല. ഇത് NIA കോടതി പരിശോധിക്കേണ്ട ഒരു കേസല്ല. ഇതിലൊരു ഗൗരവമില്ല. ഈ കേസിൽ ഈ പരാതിക്കാരില്ല. ഈ കേസിൽ ക്രിമിനൽ കേസിന് തക്കതായ ഒരു സാഹചര്യവുമില്ല. പിന്നെ കോടതിക്ക് തിരിച്ചറിയുന്ന ഒരു കള്ളക്കേസിന് തുല്യമായ കേസാണ്. അതുകൊണ്ട് തന്നെയാണ് കോടതി ജാമ്യം നൽകിയത്. ഒരു സംശയവുമില്ല. മാത്രമല്ല, നോക്കൂ, ഈ കേസിന്റെ ഒരു സാഹചര്യം, അതായത് ഈ കേരളത്തിലെ BJP നേതാക്കൾക്ക് മതന്യൂനപക്ഷങ്ങളെ കൂടെ നിർത്താതെ ഒരു രാഷ്ട്രീയ നീക്കവും കേരളത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് കേരളത്തിലെ BJP നേതാക്കൾക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിലെ BJP നേതാക്കളും ഒക്കെ തന്നെ ഛത്തീസ്ഗഡിലെത്തിയത്, ഈ നാടകങ്ങളൊക്കെ കാണിച്ചു കൂട്ടിയത്. ഛത്തീസ്ഗഡിലെ സാഹചര്യം എന്താണ്? വർഗീയത പറയാതെ ഛത്തീസ്ഗഡിൽ ഒരു രാഷ്ട്രീയം നടക്കില്ല. ഇപ്പോഴത്തെ ഛത്തീസ്ഗഡിലെ മുഖ്യമന്ത്രി വിഷ്ണു ദേശായി കഴിഞ്ഞ കോൺഗ്രസ് സർക്കാരിന്റെ കാലത്ത് അദ്ദേഹം കൃത്യമായ വർഗീയത പറഞ്ഞും ക്രിസ്ത്യാനികൾക്കെതിരെയും മുസ്ലിങ്ങൾക്കെതിരെയും
കൃത്യമായ വർഗീയ രാഷ്ട്രീയം പറഞ്ഞു തന്നെയാണ് അവിടെ BJPക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ളത്. അത് തന്നെയാണ് BJPയുടെ രാഷ്ട്രീയം. ആ BJPയുടെ രാഷ്ട്രീയം തന്നെയാണ് ഇന്ന് മറ നീക്കി പുറത്തു വന്നത് ഛത്തീസ്ഗഡിൽ. ഈ കന്യാസ്ത്രീകളെ അവഹേളിച്ചുകൊണ്ട് ഇന്ന് ഛത്തീസ്ഗഡിലെ BJP എക്സിൽ പോസ്റ്റ് ഇട്ടില്ലേ? സാമൂഹ്യ മാധ്യമങ്ങളിൽ എന്ത് പ്രചരണമാണ് നടത്തിയത്? ഇതൊക്കെ പൊതുസമൂഹം കാണുന്നതല്ലേ? അതുകൊണ്ട് ഈ ഛത്തീസ്ഗഡിലെ BJPയുടെ രാഷ്ട്രീയവും കേരളത്തിലെ BJPയുടെ രാഷ്ട്രീയവും എല്ലാവർക്കും അറിയാവുന്നൊരു വസ്തുതയാണ്. അത് തന്നെയാണ് ഇന്ന് തെളിഞ്ഞത്. ആ മുഖംമൂടി തന്നെയാണ് ഇന്ന് അഴിഞ്ഞു വീണത്. ഇന്ന് ഇപ്പോൾ ഈ കേസിലെ തീരുമാനത്തിന് ശേഷം, കന്യാസ്ത്രീകൾക്ക് ജാമ്യം നൽകിയ ഈ തീരുമാനത്തിന് ശേഷം നമ്മുടെ നാട്ടിലെ സഭാധ്യക്ഷന്മാരൊക്കെ ചിലരെങ്കിലും ഈ BJPയുടെ ഈ ഇടപെടലിനെ അഭിനന്ദിച്ചുകൊണ്ട് രംഗത്ത് വരുന്നു. കേന്ദ്ര സർക്കാരിന്റെ ഇടപെടലാണെന്ന് അഭിനന്ദിച്ചുകൊണ്ട് രംഗത്ത് വരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ കന്യാസ്ത്രീകളെ ജയിലിലടച്ച് പീഡിപ്പിച്ചവരെയാണ് യഥാർത്ഥത്തിൽ ഇവരെ അഭിനന്ദിക്കുന്നത്. അങ്ങനെയല്ലേ ഈ കാര്യങ്ങൾ വിലയിരുത്തേണ്ടത്? ഈ കേസ് റദ്ദാക്കണമെന്ന് BJP നേതാക്കൾ ആവശ്യപ്പെടുന്നുണ്ടോ? ഈ കേസ് റദ്ദാക്കാൻ BJP നേതാക്കൾ ആവശ്യപ്പെടുമോ? അതിനായി BJP നേതാക്കൾ എന്ത് നടപടി സ്വീകരിക്കും? കേസ് NIA കോടതിയിലാണ് കിടക്കുന്നത്. ഈ കേസ് NIA കോടതിയിലേക്ക് എത്തിച്ചത് ഛത്തീസ്ഗഡിലെ BJP സർക്കാരാണ്. ഇതൊരു സെഷൻസ് കോടതി ജാമ്യം നൽകേണ്ട കേസായിരുന്നു. ഒരു സെഷൻസ് കോടതി ജാമ്യം നൽകേണ്ട കേസിൽ മനുഷ്യക്കടത്തുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ച് 2008 NIA നിയമം ചൂണ്ടിക്കാണിച്ച് ഈ കേസിനെ NIA കോടതിയിലേക്ക് തള്ളിവിട്ടത് ഛത്തീസ്ഗഡ് സർക്കാരാണ്. അപ്പോൾ ആ ഛത്തീസ്ഗഡ് സർക്കാർ എങ്ങനെ NIA കോടതിയിലേക്ക് ഈ കേസ് തള്ളിവിട്ട ആ കേസ് ഇപ്പോഴും അവിടെ നിർത്തിയിരിക്കുകയാണ്. എന്ന് വേണമെങ്കിലും ഛത്തീസ്ഗഡ് സർക്കാരിന് ഈ കേസ് പൊടുതട്ടിയെടുക്കാം, എന്ന് വേണമെങ്കിലും ഈ കേസ് ബലപ്പെടുത്താം. ഇതൊരു സന്ദേശമാണ്, ഇതൊരു ഭീഷണിയാണ്. നോക്കൂ, കേരളത്തിൽ ക്രിസ്ത്യാനികൾക്ക് BJP വക കേക്ക്, അതേസമയം കേരളത്തിന് പുറത്ത് ക്രിസ്ത്യാനികൾക്ക് BJP വക ജയിൽ. ഇതല്ലേ ഈ കേസ് നൽകുന്ന സന്ദേശം? മുസ്ലിം മതന്യൂനപക്ഷങ്ങളായാലും ക്രിസ്ത്യൻ മതന്യൂനപക്ഷങ്ങളായാലും കേരളത്തിൽ ജീവിച്ചുകൊള്ളുക, കേരളത്തിന് പുറത്തു പോയാൽ ജയിലിൽ കിടക്കും. അത് തന്നെയാണ് ഈ കേസ്. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു വലിയ സന്ദേശം തന്നെയാണ് ഈ കേസ് ഛത്തീസ്ഗഡിൽ നിന്ന് ഇന്ന് നൽകിയത്. കഴിഞ്ഞ 9 ദിവസം ആ ഒരു സന്ദേശം തന്നെയാണ് ഛത്തീസ്ഗഡിൽ നിന്ന് പുറത്തു വന്നത്. അതല്ല എങ്കിൽ ഈ കേസ് റദ്ദാക്കാൻ BJP നടപടി സ്വീകരിക്കണം. BJP ഈ കേസ് റദ്ദാക്കാനുള്ള തീരുമാനത്തിലേക്ക് പോകണം. അതല്ല എങ്കിൽ ഇതൊരു മുഖം രക്ഷിക്കലെയല്ല, BJPയുടെ മുഖം മൂടി അഴിഞ്ഞു വീണ് BJP എന്താണ് എന്ന് ഒരിക്കൽ കൂടി രാജ്യത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന, കേരളത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന, എല്ലാവർക്കും ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന കാഴ്ചകളാണ് കഴിഞ്ഞ 9 ദിവസം ഛത്തീസ്ഗഡിൽ നിന്ന് വന്നത്. ഓക്കെ, ഒബ്ജക്ഷൻ ഉണ്ടെങ്കിൽ ഇപ്പോ ഒറ്റ മിനിറ്റ് മാത്രം സമയം. ഒബ്ജക്ഷനുള്ള വാചകം ഞാൻ കോടതി ഉത്തരവിലെ പേജ് നമ്പർ 8 പ്രേക്ഷകരുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. ഈ കോടതി ഉത്തരവ് പബ്ലിക് ഡൊമൈനിൽ അവൈലബിൾ ആണ്. സുനിൽ പറഞ്ഞത് ഈ കേസിന്റെ മെറിറ്റിലേക്ക് കോടതി കടന്നു എന്നാണ്. ആ രീതിയിലാണ് സുനിൽ സംസാരിച്ചത്. ദാറ്റ്സ് റോങ്, അബ്സല്യൂട്ട്ലി റോങ്. ക്രിസ്റ്റൽ ക്ലിയർ എന്നല്ല, അബ്സല്യൂട്ട്ലി റോങ്. അതെ, കേസിന്റെ മെറിറ്റിനെ കുറിച്ചാണ്. ഇതൊരു കള്ളക്കേസാണെന്ന് താങ്കൾ പറയുന്നത്. കേസിന്റെ മെറിറ്റിനെ കുറിച്ചാണ്. ഞാൻ പറയട്ടെ, എന്റെ എതിർവാദം ഇതാണ്. ദ ഓർഡർ ഗ്രാന്റിംഗ് ബെയിൽ ഷാൽ നോട്ട് ബി കൺസ്റ്റിറ്റ്യൂഡ് ആസ് എ റിഫ്ലക്ഷൻ ഓൺ ദ മെറിറ്റ്സ് ഓഫ് ദ കേസ് വിച്ച് ഷാൽ ബി എക്സാമിൻഡ് അറ്റ് ദ അപ്രോപ്രിയേറ്റ് സ്റ്റേജ്. ആ കേസിന്റെ വിചാരണ വേളയിൽ അത് പരിഗണിക്കുമെന്നുള്ളതാണ് കോടതി പറഞ്ഞ. മെറിറ്റിലേക്ക് കടന്നിട്ടില്ല. ഇവിടെ കസ്റ്റഡി അപേക്ഷ, കസ്റ്റഡി വേണ്ട എന്നുള്ളതടക്കം പരിഗണിച്ചുകൊണ്ടാണ് ഈ ജാമ്യം അനുവദിച്ചത്. കസ്റ്റഡി വേണ്ട എന്ന് തീരുമാനിച്ചത് കൃത്യമായി അത് പ്രോസിക്യൂഷനാണ്, ഛത്തീസ്ഗഡ് സർക്കാരാണ്. ബാക്കി കാര്യങ്ങൾ ഞാൻ എന്റെ ഭാഗത്ത് പറഞ്ഞു. 7ാമത്തെ പേജിൽ it transfers from the case diary that the registration of the FIR is primarily based on a mere apprehension and suspicion of commission of an offence. അത് ആ കേസ് ഡയറി കൊടുത്തിരിക്കുന്നത് ആരാണ്? പ്രോസിക്യൂഷൻ ആണ്. ആ കേസ് ഡയറിയാണ് വായിച്ചത്. അത് തന്നെയാണ് പ്രോസിക്യൂഷൻ വാദിച്ചത്. അതേക്കുറിച്ച് കന്യാസ്ത്രീകളുടെ അഭിഭാഷകൻ പറഞ്ഞത് പ്രോസിക്യൂഷന്റെ ഭാഗത്ത് നിന്ന് എതിർവാദം ഉണ്ടാകാതിരുന്നത് കൊണ്ടാണ് ജാമ്യം കിട്ടിയതെന്നാണ്. താങ്കൾക്ക് അത് മനസ്സിലാകില്ലേ? FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് mere suspicion, apprehension. അതാണ് കേസ് പ്രാഥമിക ഘട്ടത്തിലാണ്. കേസിന്റെ സ്വഭാവം എന്താ? അതാണ് കള്ളക്കേസാണെന്നാണോ? ഒരു സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ കേസ് എടുത്താൽ അത് കള്ളക്കേസാണോ അതിന്റെ പേര്? കള്ളക്കേസ് എന്ന് പറയുന്നത് എന്താണ്? 9 ദിവസമായല്ലോ. കേസിന്റെ പുരോഗതി എന്താ? അതാണ് ഈ സസ്പീഷന്റെ പേരിൽ കൊടുത്ത ഒരു പരാതിയിന്മേലുള്ള കേസാണ്. പ്രാഥമിക ഘട്ടത്തിലാണ് എന്നാണ് കോടതിയിൽ പറഞ്ഞിരിക്കുന്നത്. അതിൽ കൂടുതൽ എന്താണ് ഞാൻ പറയേണ്ടത്? സുനിൽ പറഞ്ഞതുപോലെ ഉണ്ടാക്കി പറയാൻ ഞാൻ എന്തായാലും അല്ല, ഈ ഉത്തരവിലെ 7ാമത്തെ പേജിന്റെ അവസാന ഭാഗം എന്താണ് പറയുന്നത്? ആ ഭാഗത്ത് വളരെ കൃത്യമായി ഇയാളുടെ മൊഴിയിട്ടുണ്ട്. ആ മൊഴിയിൽ അവർ പറയുന്നത്, ഞങ്ങളെ നിർബന്ധിച്ച് മതപരിവർത്തനത്തിന് കൊണ്ടുപോയതല്ല, ഞങ്ങൾ സ്വന്തം ഇഷ്ടപ്രകാരം ആഗ്രയിലേക്ക് തൊഴിലെടുക്കാൻ പോയതാണ്. ഒന്ന്. രണ്ടാമത്തേത്, ഇവരുടെ രക്ഷിതാക്കൾ പറയുന്നത്, അവർ നൽകിയ അഫിഡവിറ്റിൽ അവർ പറയുന്നത്, ഇത് കഴിഞ്ഞ കുറെ വർഷങ്ങളായി ഇവർ ക്രിസ്തീയ വിശ്വാസത്തിൽ മുന്നോട്ട് പോകുന്നതാണ്. പോലീസിന് കസ്റ്റഡി വേണ്ട,
പിന്നെ ഈ കേസിൽ ഇനി എന്താ ഉള്ളത്? Right. കേസ് അതാണ് തീർന്നു. ഛത്തീസ്ഗഡ് അതാണ് സർക്കാർ ചോദ്യം. എടുത്ത സ്റ്റാൻഡ് ആണ്. അടിസ്ഥാനമായി ഛത്തീസ്ഗഡ് കേസ് സർക്കാർ എടുത്ത എന്താണ്? പ്രോസിക്യൂഷൻ എടുത്ത കേസ് സ്റ്റാൻഡ് ആണ്. പിന്നെ ഇത് കള്ള അത് കേസല്ലേ? നിങ്ങൾ വ്യാജ ഇടതുപക്ഷത്തിന് വേണ്ടി കേസാണെന്ന് ഈ കേസ് പറയാനുള്ള പൊള്ളയല്ലേ? കാരണം പറഞ്ഞത് ആവർത്തിക്കാനുള്ള അതാണ് വ്യാജ കേസാണെന്ന് പറയാനുള്ള കാരണം. വ്യാജ കേസല്ല അത്. പറയൂ. അത് ഈ പറയുന്നത് സസ്പെൻഷന്റെ പേരിൽ എടുത്ത ഇപ്പോൾ കേസാണ്. ഏഴാമത്തെ പേജിലെ അതൊരു കള്ളക്കേസാണെന്ന് നിങ്ങൾ പറയുന്നത് അതിലേക്ക് വരാം. ഞാനത് വിശദീകരിക്കാം. ഞാൻ എന്റെ ഊഴം വരുന്ന സമയത്ത് ഞാനത് വിശദീകരിക്കാം. ഇതെങ്ങനെയാണ് നിങ്ങൾക്ക് സംഘടിതമായ ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ. അതിൽ എന്റെ വിയോജിപ്പ് ഞാൻ പറഞ്ഞു തരാം. ആയിക്കോട്ടെ. പറഞ്ഞു തന്നെ പോകും. നമുക്കത് തർക്കിക്കാം. തർക്കിക്കാനല്ല, കള്ളം പറഞ്ഞാൽ അതിനെ അല്ല, കള്ളമാണ്. ഈ കംപ്ലീറ്റ് കള്ളമാണ്. അടിമുടി നിങ്ങൾ പറയുന്നത് മുഴുവൻ കള്ളമാണ്. താങ്ക് യു, സമ്മതിച്ചു. അടിമുടി കള്ളമാണ്. ഇതൊരു ഇട്ടിരിക്കുന്ന FIR അടിമുടി കള്ളമാണ്. നമുക്കൊരു ഇടവേളയ്ക്ക് ശേഷം വെൽക്കം ബാക്ക്. മുഖം രക്ഷിച്ചോ എന്നാണ് ചോദ്യം BJP വിഷയത്തിൽ. ജിമ്മി, ഈ ഞങ്ങളുടെ നാട്ടിൽ വണ്ടിയുടെ പഞ്ചർ പിന്നീട് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ആദ്യമേ റോഡിൽ വണ്ടികൾക്ക് അള്ളു വയ്ക്കുന്ന ഒരു സൈക്കിൾ മെക്കാനിക് ഉണ്ടായിരുന്നു. എനിക്കിന്ന് ആ സംഭവമാണ് ഓർമ്മ വരുന്നത്. 25-ാം തീയതി കഴിഞ്ഞ മാസം ഇവരെ അറസ്റ്റ് ചെയ്യുന്നു. അതിനുശേഷം 3 കോടതിയിൽ പോയി. എന്താണ്? 29-ാം തീയതി ചൊവ്വാഴ്ച ഒരു കോടതിയിൽ പോകുന്നു, 30-ാം തീയതി ബുധനാഴ്ച ഒരു കോടതിയിൽ പോകുന്നു. അപ്പോഴൊന്നും ഈ രക്ഷാകരങ്ങൾ പ്രവർത്തിക്കുന്നതേ ഇല്ല. ഏതാ? പഞ്ചറൊട്ടിക്കാനുള്ള സമയമായില്ല. അപ്പോഴെല്ലാം BJP ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞങ്ങൾ ആലോചിക്കുകയാണ്. ഈ 25-ാം തീയതി കേസ് അറസ്റ്റായി അന്ന് മുതൽ നമ്മൾ ബ്രേക്ക് ചെയ്യാണ് വാർത്ത. അന്ന് മുതൽ കണ്ടിന്യൂസ് ആയിട്ട് ലൈവാണ്. നമ്മുടെ പ്രതിനിധികൾ അടുത്ത ദിവസം അവിടെ എത്തുകയാണ്. BJP അനങ്ങുന്നില്ല. BJPക്ക് അന്നതൊരു വിഷയമേ ആകുന്നില്ല. ഇത് കയറി ചൊവ്വാഴ്ച കോടതി വരുന്നു, കോടതി തള്ളുന്നു. അതിനുശേഷം സെഷൻസിൽ വരുന്നു. അപ്പോഴേക്കാണ് BJPക്ക് ഇതിൻ്റെ ഗൗരവം മനസ്സിലാകുന്നത്. അതുവരെ ഒരു ചെറുവിരൽ പോലും അനക്കാതിരുന്ന BJPയുടെ സംസ്ഥാന നേതൃത്വം വിഷയം കയ്യിൽ നിന്ന് പോകുമെന്ന് മനസ്സിലായപ്പോൾ കത്തോലിക്ക സഭാപിതാക്കന്മാരും ബാക്കിയുള്ള സഭയിലുള്ളവരും റോഡിലിറങ്ങിയപ്പോഴാണ് ഇതിൻ്റെ ഗൗരവം മനസ്സിലാവുകയും ഇറങ്ങുകയും ചെയ്തത്. ആദ്യം ശിക്ഷിക്കുക, അതിനുശേഷം രക്ഷിക്കുക എന്നൊരു തന്ത്രം വളരെ നൈസായിട്ട് അങ്ങ് പയറ്റുകയായിരുന്നു കോടതിയിൽ. ഇന്നലെ മുഴുവൻ നമ്മൾ തർക്കിച്ചത് ശരിക്കും കോടതിയിൽ BJPക്ക് വേണ്ടി പ്രോസിക്യൂഷൻ അനുകൂലമായ നിലപാടെടുത്തോ ഇല്ലയോ എന്നുള്ളതാണ്. ഇന്നത്തെ കോടതി ഉത്തരവിൽ അനുകൂലമായൊരു കാര്യം പറയുന്നുമുണ്ട് കേട്ടോ. നമുക്ക് ഒഴിവാക്കി വിട്ടുകൂടാ. അതായത് പോലീസ് കസ്റ്റഡി വേണമോ എന്ന കാര്യത്തിൽ അവർ ആവശ്യപ്പെട്ടില്ല എന്നുള്ളതും ജാമ്യം കിട്ടാനൊരു ഘടകമാണെന്ന് കോടതി പരാമർശമുണ്ട്. പക്ഷേ ഇതിനൊരു തിരിച്ചൊരു യുക്തിയുണ്ട്. ഈ കേസ് 29-ാം തീയതി കോടതിയിൽ വരുമ്പോഴും ആദ്യത്തെ കോടതിയിൽ വരുമ്പോഴും 30-ാം തീയതി സെഷൻസിൽ വരുമ്പോഴും ഇതുപോലെ തന്നെ പോലീസിൻ്റെ നിലപാട് ഞങ്ങൾക്ക് കസ്റ്റഡി വേണ്ടെന്നായിരുന്നു. അപ്പോൾ അതൊരു ഗ്രൗണ്ടല്ലേ? ആ ഗ്രൗണ്ടാണെങ്കിൽ അന്നേ ജാമ്യം കിട്ടണമല്ലോ. ജാമ്യം കിട്ടിയത് കോടതിയിൽ നിന്ന്, ഈ കോടതിയിൽ നിന്ന് വിശദമായി എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് എന്തൊക്കെ എത്തി ഇതിനിടയ്ക്ക് കോടതിയിൽ. പെൺകുട്ടികളുടെ മൊഴി വന്നു, അത് 29-ാം തീയതി എത്തിയിട്ടില്ല. പെൺകുട്ടികളുടെ മൊഴി വന്നു, പെൺകുട്ടികളുടെ മാതാപിതാക്കളുടെ മൊഴി വന്നു. ഹാബിച്വൽ ഒഫൻഡേഴ്സ് അല്ല എന്നുള്ളതും ഇവർ FIRൽ ഇവർ കുറ്റം ചെയ്യുന്നതായി സംശയിക്കുന്നതേ ഉള്ളൂ എന്ന് കോടതിക്കും ബോധ്യപ്പെട്ടു. ഈ കോടതിക്ക് അങ്ങനെയാണ് ജാമ്യം കിട്ടുന്നതാണ് ഒരു സാധാരണ പൗരൻ നിലയിൽ കോടതി വ്യവഹാരങ്ങളെ വിശ്വസിക്കുന്ന ആളെന്ന നിലയിൽ ഞാൻ കരുതുക. പക്ഷേ ഇന്ന് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞൊരു പ്രധാനപ്പെട്ട വാചകമുണ്ട്, ശ്രദ്ധിച്ചോ? ഈ ബഹളം ഉണ്ടായില്ലായിരുന്നെങ്കിൽ 3 ദിവസം മുമ്പേ ജാമ്യം കിട്ടിയേനെ. അത് നമ്മൾ ബഹളം വെച്ചില്ലായിരുന്നെങ്കിൽ ബുധനാഴ്ച 30-ാം തീയതി സെഷൻസ് കോടതി ജാമ്യം കൊടുത്തേനെ. അപ്പോൾ ഈ കോടതി മെറിറ്റ് നോക്കിയൊന്നും അല്ലേ പോകുന്നത്. നിങ്ങൾ തീരുമാനിക്കും, നിങ്ങൾ കാര്യങ്ങൾ തീരുമാനിക്കും, അതനുസരിച്ച് ജാമ്യം കിട്ടും. നിങ്ങൾ ബഹളം വെച്ചതുകൊണ്ട് ഞങ്ങൾക്ക് 30-ാം തീയതി ആ ഓപ്പറേഷൻ നടന്നില്ല, അതല്ലേ രാജീവ് ചന്ദ്രശേഖർ ഉന്നയിച്ചത്? വ്യംഗ്യമായി അതല്ലേ പറഞ്ഞത്? നിങ്ങൾ ബഹളം വെച്ചില്ലായിരുന്നെങ്കിൽ 30-ാം തീയതി 3 ദിവസം മുമ്പേ ജാമ്യം കിട്ടുമെന്ന് പറഞ്ഞാൽ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ്, അതിൻ്റെ അർത്ഥം എന്താണ്? കോടതി നിങ്ങളുടെ പോക്കറ്റിലാണോ? അതുകൊണ്ടാണോ, ആ ധൈര്യത്തിലാണോ ഇന്നലെ മുതൽ പറഞ്ഞുകൊണ്ടിരുന്നത് ഇന്ന് ജാമ്യം കിട്ടുമെന്ന്? ഞങ്ങൾ സാഹചര്യ തെളിവുകൾ ആലോചിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഇന്ന് BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് നിങ്ങൾ ബഹളം വെച്ചില്ലായിരുന്നെങ്കിൽ മുമ്പേ ജാമ്യം കിട്ടിയെന്ന് പറഞ്ഞതോടുകൂടി ഞാൻ സംശയിക്കുന്നു ഛത്തീസ്ഗഡിലെ നിയമ നടപടികളിലും നിങ്ങൾ കൈകടത്തുകയാണോ? അങ്ങനെയാണെങ്കിൽ നാളെ കാര്യങ്ങൾ അനുകൂലമായില്ലെങ്കിൽ, BJP പറയുന്നത് പോലെ കേരളത്തിലെ കത്തോലിക്കർ സംസാരിച്ചില്ലെങ്കിൽ, ഇതേ ക്രിസ്ത്യാനികൾക്ക്, ഇതേ കന്യാസ്ത്രീകൾക്കെതിരായ കേസ് നിങ്ങൾ വീണ്ടും മുറുക്കുമോ? NIA വരെ കൊണ്ട് എത്തിച്ചതിന് ശേഷമാണല്ലോ ജാമ്യം കൊടുത്തിരിക്കുന്നത്. NIA കേസ് എന്താണെന്നും NIA കേസ് എവിടം വരെ പോകാമെന്നുള്ളതും നല്ലപോലെ അറിയാവുന്നവരാണ് മലയാളികളും ഇന്ത്യക്കാരും. അപ്പോൾ നിങ്ങൾ കുരുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ലൂസാക്കി വെച്ചിട്ടേ ഉള്ളൂ എന്ന് വേണമോ മനസ്സിലാക്കാൻ? വേണ്ടി വന്നാൽ മുറുക്കുമോ? അതാണല്ലോ പറഞ്ഞതിൻ്റെ അർത്ഥം. ഈ കോടതികളിലെ വ്യവഹാരങ്ങളെക്കുറിച്ച് ഇത്ര കോൺഫിഡൻസോടെ പറയുമ്പോൾ അത് സംശയമാണ്. കോടതിയെക്കുറിച്ച് ഞങ്ങളല്ല പറഞ്ഞത്, താങ്കളാണ് പറഞ്ഞത്. ഇനി മറ്റൊരു കാര്യം കൂടി ചോദിച്ചോട്ടെ. ഇന്ന് കോടതിക്ക് മുന്നിൽ നടന്ന സംഭവ വികാസങ്ങൾ, ക്രെഡിറ്റ് അടിക്കാൻ വേണ്ടി നടന്ന നാണം കെട്ട അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള അടികൾ, അതിനെ എങ്ങനെയാണ് വ്യാഖ്യാനിക്കുക?
എല്ലാവരും ശ്രമിച്ചു എന്നുള്ളത് സഭാപിതാക്കന്മാരെല്ലാവരും പറഞ്ഞു. ഇന്ന് വൈകുന്നേരം കത്തോലിക്ക സഭയുടെ ഭാഗത്തു നിന്നെല്ലാം BJPയുടെ പേരാണ് ആദ്യം പറഞ്ഞെന്നൊരു ഓർക്കണം. അപ്പോൾ നിങ്ങൾക്ക് കിട്ടാനുള്ള ക്രെഡിറ്റൊക്കെ ഇവിടെ കത്തോലിക്ക സഭയുമൊക്കെ തരുന്നുണ്ടെന്നേ. പക്ഷേ കാണിച്ച നാടകം വളരെ മോശമായിപ്പോയി. 2 നാടകമുണ്ട്. ഈ ചില പൊതുചടങ്ങുകളിൽ ഉദ്ഘാടനം നടക്കുമ്പോൾ, ഉദ്ഘാടന ചടങ്ങാണല്ലോ ക്രൂഷ്യൽ, ആ സമയമാകുമ്പോൾ തീപ്പെട്ടി കാണില്ല, അല്ലെങ്കിൽ തിരി കാണില്ല. അപ്പോൾ പെട്ടെന്ന് ഒരു കക്ഷി ഇത് റെഡിയാക്കി വെക്കുന്ന ഒരാളുണ്ടാവും. അയാളെ പെട്ടെന്ന് തിരിയും തീപ്പെട്ടിയിട്ട് ഓടി വന്നിട്ട് ഇത് കത്തിക്കും. അപ്പോൾ എങ്ങനെയാണ് ഫോട്ടോ വരുമ്പോൾ അങ്ങേരുടെ പടം വരും. ഇതൊരു പരിപാടിയാണ്. പല പൊതുചടങ്ങുകളിലും തിരിയും തീപ്പെട്ടിയും തയ്യാറാക്കി വെക്കുകയും ഉദ്ഘാടനത്തിൻ്റെ സമയമാകുമ്പോൾ പെട്ടെന്ന് ഇടിച്ചു കയറി ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യാൻ വേണ്ടി തിരിയുമായി വരികയും ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്. അത് പലയിടത്തുമുണ്ട്. പല രാഷ്ട്രീയക്കാരും ഇത് ചെയ്തായുള്ള കഥകളുമുണ്ട്. ഇന്ന് റോജിയം ജോണിനെ തള്ളിമാറ്റി റോജിയം ജോണിനെ കെട്ടിപ്പിടിച്ച് ഇതിൻ്റെ സഹോദരനാണെന്ന് പറഞ്ഞ മാധ്യമങ്ങൾ റോജിയോട് ചോദ്യം ചോദിക്കുമ്പോൾ അതിന് മറുപടി പറഞ്ഞ അനൂപ് ആൻ്റണി, അദ്ദേഹം എന്തിനങ്ങനെ ചെയ്തു എന്ന് എനിക്കറിയില്ല. ഇനി മനഃപൂർവ്വം അല്ലാതിരിക്കട്ടെ ഞാൻ വിചാരിക്കുന്നു. പക്ഷേ തിരിയും തീപ്പെട്ടിയുമായി വിളക്കിനടുത്തേക്ക് ഉദ്ഘാടന ചടങ്ങിൽ ഓടിക്കയറുന്ന ഒരാളെ പോലെയാണ്, ഒരു ഔട്ട്സൈഡറെ പോലെയാണ് ഇന്ന് അദ്ദേഹം പെരുമാറിയത്. ഒരു സിനിമ കഥ കൂടി പറയാം. സന്ദേശം സിനിമയിൽ ഞങ്ങളുടെ ഡെഡ് ബോഡി ഞങ്ങൾക്ക് വിട്ടുതരിക എന്ന് പറഞ്ഞ് ബഹളം നയിക്കുന്ന രാഷ്ട്രീയ പാർട്ടി ഓർമ്മയുണ്ടല്ലോ. ഒരാൾ മരിച്ചു പോകുന്നു, അയാളെ മോർച്ചറിയിലാണ്. അവിടെ നിന്ന് ഞങ്ങളുടെ പതാക രാഷ്ട്രീയ പാർട്ടിയുടെ ആളുകളാണ് ഇന്ന് വന്ന് ഷോൾ ഇട്ടത്. ആയിരുന്നു ഷോൾ. ഒരു 5 ദിവസം മുമ്പ് ഷോൾ കിട്ടിയായിരുന്നു, ഓർമ്മയുണ്ടോ? അത് രാഷ്ട്രീയ പാർട്ടിയുടെ ആ ഷോൾ ഇട്ട് തീർന്നതിന് ശേഷമാണ് അപ്പം തന്നെ കോടതി നേരെ സെഷൻസിലേക്ക് വിട്ടത്. അവിടെ നിന്നാണ് നേരെ അടുത്ത ഷോൾ കിട്ടിയ ശേഷമാണ് ആ സെഷൻസിൽ നേരെ NIA പോയത്. എന്നിട്ട് ഈ ഷോളിന്റെ കാര്യം പറഞ്ഞു, ബാക്കി പറഞ്ഞില്ല. കേട്ടോ അല്ല, ഷോളല്ല, വെയിറ്റ് കേട്ടോളൂ. അപ്പോൾ മാമുക്കോയാണെന്ന് തോന്നുന്നു ഫോൺ പറഞ്ഞു, മന്ത്രിയോട് എല്ലാം പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ പതാക പൊതിച്ചിട്ടേ ബോഡി വരികയുള്ളൂ എന്ന് പറഞ്ഞിട്ട് കറക്റ്റായിട്ട് ബോഡി വരുന്നു എന്ന് പറഞ്ഞതുപോലെ ഇന്ന് 3:25 3:40 നമുക്ക് എപ്പോഴാണ് ഈ കന്യാസ്ത്രീമാർ പുറത്തിറങ്ങുന്നതെന്ന് അറിയില്ല. പെട്ടെന്ന് രാജു ചന്ദ്രശേഖരൻ്റെ വണ്ടി വരുന്നു. രാജു ചന്ദ്രശേഖരൻ്റെ വണ്ടിയിൽ മദർ സുപ്പീരിയറുണ്ട്. ഇവർ രണ്ടുപേരും അകത്തേക്ക് കയറി പോകുന്നു. അപ്പോഴേക്കാണ് ഇത് വരുന്നു, ഇപ്പോഴാണ് ജാമ്യം കിട്ടുന്നതെന്ന് എല്ലാവരും അറിയുന്നത്. 4 വശത്തു നിന്നും മീഡിയക്കാരെല്ലാവരും ഓടിക്കിതക്കുകയാണ്. കോൺഗ്രസ്സുകാർക്ക് സമയത്തെത്താൻ പറ്റിയില്ല. CPM-കാർ അതിലും വൈകിപ്പോയി. കൃത്യമായി അകത്ത് പോകുന്നു, വണ്ടി കുറുകെ ഇടുന്നു, ബെയിൽ വാങ്ങിച്ച് രേഖകൾ ഹാജരാക്കി കന്യാസ്ത്രീമാർ പുറത്തേക്ക് ഇറങ്ങുന്നു. വണ്ടി കുറുകയാണേ, ഇതേ വണ്ടിയിൽ രാജു ചന്ദ്രശേഖർ കന്യാസ്ത്രീമാരെയും മദർ സുപ്പീരിയറും കയറ്റി മഠത്തിലേക്ക് പോകും. ഇതാണ് കണ്ടത്. ഞങ്ങളുടെ ഡെഡ് ബോഡി ഞങ്ങൾക്ക് വിട്ടുതരിക എന്ന സന്ദേശത്തിലെ മുദ്രാവാക്യമാണ് എനിക്ക് ഓർമ്മ വന്നത്. വളരെ മോശമായ 2 രാഷ്ട്രീയ പ്രകടനം, ഞാൻ പറഞ്ഞു കഴിയട്ടെ, വളരെ മോശമായ 2 രാഷ്ട്രീയ പ്രകടനങ്ങളാണ്, നാടകമാണ് ഇന്ന് ജയിലിന് മുമ്പിൽ നടന്നത്. മോശമായി പോയി. നിങ്ങൾ മനഃപൂർവ്വം ചെയ്താലും ഇനിയിപ്പോൾ ക്രെഡിറ്റ് എന്തായാലും പോയി, ഇങ്ങനെയെങ്കിലും കുറച്ച് കിട്ടട്ടെ എന്നിവർ ചെയ്തതാണെങ്കിലും വളരെ മോശമായി പോയി. പക്ഷേ ഇത് തോൽപ്പിച്ചുകൊണ്ട് ഛത്തീസ്ഗഡിലെ BJPക്ക് വേറെ പ്രശ്നമായതുകൊണ്ട് അതുകൊണ്ടാണ് ഇന്ന് രാവിലെ മനുഷ്യരെ മോഷ്ടിക്കുന്നവർ എന്ന് പറഞ്ഞ് കന്യാസ്ത്രീമാരുടെ പടവും വെച്ച് അതിൻ്റെ താഴെ കാല് പിടിച്ച് കിടക്കുന്ന രാഹുൽ ഗാന്ധിയുടെ പടം വെച്ചിട്ട് ട്വീറ്റ് ചെയ്തത്. 1 മണിക്കൂറേ ട്വീറ്റ് ഉണ്ടായുള്ളൂ. അപ്പം തന്നെ മോളിൽ നിന്ന് വരട്ടെ വന്നു, പിൻവലിച്ചു. പക്ഷേ നാടകം ഇടയ്ക്കിടയ്ക്ക് പാളുകയാണ്. TV-യുടെ മുമ്പിൽ കാണിക്കുന്ന നാടകങ്ങൾ നാട്ടുകാർക്ക് മനസ്സിലാവുകയാണ്. എന്നിട്ട് വൈകുന്നേരം ആകുമ്പോഴേക്കും എല്ലാവരെയും നിന്ന് പരസ്യമായി തെറി വിളിക്കുകയാണ്. ഇന്ന് 7 മണിക്ക് നമ്മുടെ ഷോയിൽ കാണിച്ച പ്രകടനം കണ്ടല്ലോ. ചോദ്യത്തിന് ഉത്തരമില്ല. എന്തുകൊണ്ടാണ് ഛത്തീസ്ഗഡിലെ BJP നിങ്ങൾക്ക് ഇങ്ങനൊരു ട്വീറ്റ് ചെയ്തത്, ഇങ്ങനൊരു പടം ഇറക്കി വെച്ചാൽ അതിന് മറുപടിയില്ല. ഇനി മുഖം രക്ഷിക്കാനുള്ള മറ്റൊരവസരം കൂടി വേറൊരു കൂട്ടർ കൂടി വരുന്നതുകൊണ്ട് അതുകൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. കേരളത്തിലെ കത്തോലിക്ക സഭയ്ക്കാണ് ഇതൊരു കണ്ണു തുറക്കുന്ന മുഹൂർത്തമാണ്. കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ മുഴുവൻ എങ്ങനെയാണ് ക്രിസ്ത്യാനികളെയും പ്രേക്ഷിത പ്രവർത്തനം നടത്തുന്നവരെയും പാവപ്പെട്ടവർക്കിടയിൽ പ്രവർത്തിക്കുന്ന മിഷണറിമാരെയും ട്രീറ്റ് ചെയ്തത്, എങ്ങനെയാണ് ഡീൽ ചെയ്യുന്നതെന്നുള്ളതിൻ്റെ വ്യക്തമായ തെളിവ് വന്നു. ഇതൊരവസരമാണ്. കേരളത്തിലും മാത്രമല്ല ഇന്ത്യയിൽ മുഴുവനുള്ള 12 സംസ്ഥാനങ്ങൾ പാസ്സാക്കിയ മതപരിവർത്തന നിയമത്തെക്കുറിച്ച് കത്തോലിക്കരല്ലാത്തവരുമായ പരിവർത്തിത ക്രിസ്ത്യാനികളെ എങ്ങനെയാണ് നിയമമൂലം അമർ ചെയ്യുന്നതിനെക്കുറിച്ചുള്ള ഒരുപാട് കഥകൾ ഇപ്പോൾ വെളിവന്നു. രാജസ്ഥാനിലെ വാർത്ത നമ്മൾ ഇന്ന് റിപ്പോർട്ട് ചെയ്തത്, ഒരു പുരോഹിതന് ഒളിവില, കേരളത്തിലുണ്ടയാൾ. ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ഒരു അവസരം കൂടിയാണ്. കത്തോലിക്കർ ഈ കാര്യങ്ങളിൽ ഇടപെടുന്നില്ല, കത്തോലിക്ക സഭാ നേതൃത്വം ഇടപെടുന്നില്ല എന്നൊരു വലിയ പരാതിയുണ്ട്. അത് പരിഹരിക്കാനുള്ള അവസരം കൂടിയാണ്. BJP സർക്കാരിനോട് നട്ടെല്ല നിവർത്തി നിന്ന് ഇതുകൂടെ പരിഹരിച്ചിട്ട്, ക്രിസ്ത്യാനികളുടെ കാര്യം, കത്തോലിക്കരായ കന്യാസ്ത്രീകളുടെ കാര്യം മാത്രമല്ല, കേസ് റദ്ദാക്കില്ല നമുക്കറിയാം, ഇനി നമുക്ക് നോക്കാം. പക്ഷേ അതുകൂടെ ചർച്ച ചെയ്യണം എന്ന് പറയാനുള്ള ഒരവസരം കൂടിയാണ്. അങ്ങനെയാണെങ്കിൽ കത്തോലിക്ക സഭയ്ക്കും മുഖം രക്ഷിക്കാനാവും. BJPയുടെ മുഖം
അത് കൂടുതൽ കൂടുതൽ വികൃതമായതേ ഉള്ളൂ, പ്രത്യേകിച്ച് ഇന്നത്തെ കോടതിക്ക് മുന്നിലെ നാടകങ്ങളിലൂടെ. നമുക്കൊരു ഇടവേള വേണം. ഇടവേളയ്ക്ക് ശേഷം തിരികെ വെൽക്കം ബാക്ക്. മുഖം രക്ഷിച്ചു എന്നാണ് ചോദ്യം. സുജയ, ഇതിൽ BJPയെ മാത്രം എടുത്ത് പറയുന്ന ഒരു രീതിയാണ് നമ്മൾ ഈ ചർച്ചയിൽ ഇതുവരെ കണ്ടത്. ഇവിടെ മുഖം രക്ഷിച്ചോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ഇവിടെ ഛത്തീസ്ഗഡ് സർക്കാർ ഒരു തരത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ മുഖം രക്ഷിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം ഛത്തീസ്ഗഡ് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഈ കസ്റ്റഡി അപേക്ഷയെക്കുറിച്ച് നേരത്തെ ജിമ്മി ജെയിംസ് ഒന്ന് പറഞ്ഞു പോയതേ ഉള്ളൂ. അതിൽ കസ്റ്റഡി വേണ്ട എന്ന് പറഞ്ഞതടക്കമുള്ള കാര്യങ്ങൾ ഈ ജാമ്യത്തിൽ നിർണായകമായി എന്നുള്ളത് ഞാൻ ഇന്നലെയും കോട്ട് ചെയ്തത് കന്യാസ്ത്രീകളുടെ അഭിഭാഷകനെയാണ്. അഡ്വക്കേറ്റ് അമൃതോ ദാസ് തുടർച്ചയായി റിപ്പോർട്ടറിന് അദ്ദേഹത്തിന്റെ ഒറ്റയ്ക്കുള്ള പ്രതികരണങ്ങളെല്ലാം നൽകുന്നുണ്ട്. അതിൽ കൃത്യമായ കാര്യങ്ങൾ പറയുന്നുണ്ട്. മാത്രമല്ല അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന മലയാളിയായ അഭിഭാഷകൻ അഡ്വക്കേറ്റ് ഗോപകുമാർ, ഈ രണ്ട് അഭിഭാഷകരും എന്താണ് കന്യാസ്ത്രീകളുടെ അറസ്റ്റിന്റെ കാര്യത്തിൽ അല്ലെങ്കിൽ അവരുടെ ജാമ്യാപേക്ഷയിൽ സംഭവിച്ചത് എന്നത് വ്യക്തമായി തന്നെ പറയുന്നത് നമ്മൾ കാണുകയാണ്. അപ്പോഴും അതേക്കുറിച്ച് കൂടുതൽ വിശദീകരണങ്ങളിലേക്കോ അല്ലെങ്കിൽ ആ പ്രതികരണങ്ങൾ എന്താണ് എന്നതിനെക്കുറിച്ചോ ഒന്നും ആരും പറയുന്നതായി കേട്ടില്ല. എന്തായാലും ഇവിടെ CPIM-ഉം കോൺഗ്രസും കേരള കോൺഗ്രസ് എമ്മും ഒക്കെ ഉണ്ടായിരുന്നു ആ ജയിൽ വളപ്പിൽ. നമ്മൾ കണ്ടതാണ്. ഛത്തീസ്ഗഡ് സെൻട്രൽ ജയിൽ ദുർഗിലാണ്. ആ ദുർഗിലെ ജയിൽ വളപ്പിൽ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാമായി അവിടെ വന്ന് ഈ MP-മാരും നേതാക്കളും എല്ലാവരും കാത്തിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അനൂപ് ആന്റണി ആണല്ലോ ഇപ്പോൾ വലിയ രീതിയിൽ സമൂഹ മാധ്യമങ്ങളിലും ചർച്ചകളിലും എല്ലാം നിറഞ്ഞു നിൽക്കുന്ന ആ പേര്. അനൂപ് ആന്റണി എപ്പോഴാണ് ഛത്തീസ്ഗഡിലേക്ക് എത്തിയത് എന്നതുകൂടി നമ്മളൊന്ന് നോക്കേണ്ടതല്ലേ? കാരണം മറ്റു രീതിയിൽ വിമർശിക്കുമ്പോഴും അയാൾ എപ്പോഴാണ് ഛത്തീസ്ഗഡിലേക്ക് എത്തിയത്, ഛത്തീസ്ഗഡിലേക്ക് പോകാൻ അനൂപ് ആന്റണിയോട് നിർദ്ദേശിച്ചത് എങ്ങനെയാണ്, ആ സാഹചര്യങ്ങൾ കൂടി നോക്കണം. അത് രാജീവ് ചന്ദ്രശേഖറിനെ സഭാ നേതൃത്വം കോൺടാക്ട് ചെയ്തിരുന്നു എന്നത് മാർ ആൻഡ്രൂസ് താഴത്തടക്കം പറഞ്ഞ കാര്യമാണ്. ഈ സഭാ നേതൃത്വം BJPയെ അതുപോലെ കേന്ദ്ര സർക്കാരിനെയൊക്കെ കോൺടാക്ട് ചെയ്തു എന്നുള്ളതൊരു വസ്തുതയാണ്. അങ്ങനെ കോൺടാക്ട് ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ വിഷയത്തിൽ ഇടപെടുന്നതിനായി അവിടെ നേരിട്ട് ചെന്ന് എന്താണ് ഈ കേസിൽ ഇവർക്ക് പുറത്തേക്ക് വരാൻ, ജാമ്യം നേടി പുറത്തേക്ക് വരാൻ ചെയ്തു കൊടുക്കാൻ കഴിയുക, അത് ചെയ്യുന്നതിന് വേണ്ടി തന്നെയാണ് അനൂപ് ആന്റണി എന്ന് പറയുന്നത് പാർട്ടി ഡെസിഗ്നേറ്റ് ചെയ്ത് വിട്ട ഒരാളാണ്. സംസ്ഥാന ഘടകം അങ്ങോട്ടേക്ക് ആദ്യം അയക്കുന്നത് അനൂപ് ആന്റണിയാണ്. ഈ കഴിഞ്ഞ ജൂലൈ 28 അതായത് തിങ്കളാഴ്ച അനൂപ് ആന്റണിയാണ് ആദ്യമായി ഛത്തീസ്ഗഡിൽ ഈ വിഷയത്തിൽ ചെന്ന് കേരളത്തിൽ നിന്ന് അവിടെ ചെന്ന് ഇടപെടുന്നത്. അതിനുശേഷമാണ് UDF-ന്റെ MP-മാരും അതുപോലെ തന്നെ UDF-ന്റെ MP-മാർ വന്നതിന് ശേഷമാണ് ഇടത് MP-മാർ വരുന്നത്. ഈ അവിടേക്ക് പോകുന്നതിനിടയിലാണ് അമിത്ഷായുമായുള്ള കൂടിക്കാഴ്ച നടക്കുന്നത്. കഴിഞ്ഞ ദിവസത്തെ മിനിഞ്ഞാന്നത്തെ പ്രതികരണം നമ്മൾ കാണുന്നത്. അമിത്ഷാ ഉറപ്പ് നൽകിയെന്നുള്ളത് മിനിഞ്ഞാന്നാണ് വരുന്നത്. മിനിഞ്ഞാന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ശനിയാഴ്ചയാണ്, വ്യാഴാഴ്ചയാണല്ലോ നമ്മൾ ആ പ്രതികരണം കാണുന്നത്. അപ്പോൾ തിങ്കളാഴ്ച അവിടെ പോയ അനൂപ് ആന്റണിക്ക് ഒരു റോളുമില്ല എന്ന് സമർത്ഥിക്കാനായിട്ട് ചിലരൊക്കെ പാടുപെടുന്നത് കാണുമ്പോൾ എനിക്ക് കഷ്ടമാണ് തോന്നുന്നത്. അവരോടൊക്കെ സഹതാപമാണ്. കുറച്ചുകൂടി ഒന്ന് ഉയരാൻ ശ്രമിക്കൂ എന്ന് മാത്രമേ അവരോടൊക്കെ പറയാൻ കഴിയുകയുള്ളൂ. കാരണം അവിടെ ചെന്ന് അയാൾ അവിടെ ആ കന്യാസ്ത്രീകളുടെ വിഷയത്തിൽ ഇടപെട്ടില്ല എന്ന് സ്ഥാപിക്കാൻ നോക്കുന്നു. അതുപോലെ തന്നെ വലിയ മോശം പദപ്രയോഗങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അപമാനിക്കുന്നു. അങ്ങനെയുള്ള പല കാര്യങ്ങളുമൊക്കെ നടക്കുന്നുണ്ട്. ഞാൻ അതിലേക്ക് കൂടുതലായി പോകുന്നില്ല. ഇവിടെ ബജ്രംഗ് ദളിന്റെ ശ്രമിച്ചു എന്നല്ല, ചോദ്യം ചോദിച്ചപ്പോഴത്തേക്ക് ഇടയ്ക്ക് കയറി മറ്റേ ഐറ്റത്തെ ചേർത്ത് കെട്ടിപ്പിടിച്ചതിനെ പറഞ്ഞുള്ളൂ. ഐറ്റം എന്നൊക്കെ പറയാതെ അതാ കന്യാസ്ത്രീയുടെ സഹോദരനാണ്, കുറച്ചുകൂടി ഒരു മാന്യത പാലിക്കും. അതാണ് പ്രശ്നം. നാടകം കാണിച്ചു എന്നൊക്കെ ഉള്ളത് താങ്കളുടെ വ്യാഖ്യാനമല്ല. ഞാനൊന്ന് പൂർത്തിയാക്കിക്കോട്ടെ. ഇവിടെ ബജ്രംഗ് തിരിച്ചൊരു പരാതിയില്ല. അനൂപ് ആന്റണി ജോലി ചെയ്തിരുന്നില്ല അല്ല, അനൂപ് ആന്റണിയെ പരിഹസിക്കുന്നത് കൊണ്ട് ഞാനതിന് മറുപടി പറഞ്ഞു. അല്ലല്ല, അനൂപ് ആന്റണിയുടെ പെർഫോമൻസ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെ ഷാൾ അണിയിക്കുന്നതും ലഡു വിതരണം ചെയ്യുന്നതും അതുപോലെ തന്നെ ഞങ്ങളാണ് ഇതെല്ലാം ചെയ്യുന്നതെന്ന് വരുത്താൻ ശ്രമിക്കുന്നതും അവിടെയുള്ള ഏതെങ്കിലും കാര്യത്തിൽ ഛത്തീസ്ഗഡ് സർക്കാരിൽ എന്ത് ഇൻഫ്ലുവൻസ് ആണ് അവിടെ പോയ ഇടത് MP-മാർക്കുള്ളത്, UDF MP-മാർക്കുള്ളത്? അവിടെ ഇൻഫ്ലുവൻസ് ചെലുത്താൻ പറ്റുന്നത് BJPക്ക് മാത്രമാണ്, അല്ലെങ്കിൽ BJPയുടെ സംസ്ഥാന ഘടകത്തിൽ നിന്ന് പോയ അനൂപ് ആന്റണിക്ക് മാത്രമാണ്. രാജീവ് ചന്ദ്രശേഖറിന്റെ കൂടെയാണല്ലോ ഇന്ന് മദർ സുപ്പീരിയർ അവിടേക്ക് വരുന്നത്. ഈ ജാമ്യ നേടിക്കൊണ്ടുള്ള ഉത്തരവുമായിട്ട് മദർ സുപ്പീരിയർ വരുന്നത് ഇടത് MP-മാരുടെയോ UDF MP-മാരുടെയോ കൂടെയല്ലോ. അവരാണ് ഈ കാര്യങ്ങളെല്ലാം ഇടപെട്ട് ചെയ്യുന്നതെങ്കിൽ അവരുടെ കൂടെയല്ലേ വരേണ്ടത്? അവരുടെ കൂടെയല്ലേ വരേണ്ടത്? കോടതിയെ സ്വാധീനിച്ചു എന്നല്ല, അല്ലല്ല, കോടതിയിൽ നിന്ന് അല്ല. ജിമ്മി ജെയിംസ്, നിങ്ങളിങ്ങനെ വ്യാജ യുക്തികളിലേക്ക് പോകാതെ ഞാൻ പൂർത്തിയാക്കിക്കോട്ടെ. അപ്പോൾ അവിടെ ഇടപെട്ടിട്ടില്ല എന്നുള്ള ഒരു വ്യാഖ്യാനം നടത്താനായിട്ട് ശ്രമിക്കുന്നു. മാത്രമല്ല പ്രധാനമന്ത്രിയുമായും അമിത്ഷായുമായും ഒക്കെ തുടരെ കൂടിക്കാഴ്ചകൾ, ഫോണിലൂടെയുള്ള ചർച്ചകൾ അതെല്ലാം നടത്തിക്കൊണ്ടിരിക്കുകയാണ് സംസ്ഥാനത്തെ BJP നേതൃത്വം, രാജീവ് ചന്ദ്രശേഖറിന്റെ നേതൃത്വത്തിൽ. അതിന്റെ ഭാഗമായിട്ടാണ് ഒരു ഡെലിഗേഷനെ ഇവിടുന്ന് UDF അയക്കുന്നു അല്ലെങ്കിൽ LDF അയക്കുന്നു എന്ന് പറയുന്നതിനേക്കാൾ പ്രധാനമാണ് അവിടെ ഭരിക്കുന്നത് BJP-യാണ്. കേരളത്തിൽ ഇടതുപക്ഷം ഭരിക്കുമ്പോൾ പിണറായി വിജയനുമായി ഇപ്പോൾ ഇവിടെ തന്നെ ഞാൻ ഒരു ഉദാഹരണം പറയാം. ഇവിടെ മുഖ്യമന്ത്രിയുമായി അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിലുള്ള P. ശശിയുമായി എനിക്കൊരു ആക്സസുമില്ല.
പക്ഷേ ഡോക്ടർ അരുൺകുമാറിന് ആക്സസ് ഉണ്ട്. അതുപോലെ തന്നെയാണ് കേരളത്തിലുള്ള എല്ലാ രാഷ്ട്രീയ നേതാക്കളും എല്ലാ രാഷ്ട്രീയം ആരോഗ്യകരമായ ഒരു അല്ലല്ല എല്ലാ രാഷ്ട്രീയം അല്ല ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞത് ഭരണ നേതൃത്വം. ഞാൻ പൂർത്തിയാക്കട്ടെ അനൂപ് ആന്റണിയുമായി അതെ, അതെ. ഇവിടെ ഏറ്റവും വലിയ പൂർത്തിയാക്കട്ടെ. അല്ല ഇവിടുത്തെ ഒറ്റ കാര്യമേ ഉള്ളൂ. ഞാൻ ഒരു പാർട്ടിക്ക് രണ്ട് നേരത്തെ സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞതാണ്, ഞാൻ പറയുമ്പോൾ ഇടപെടരുത് എന്നുള്ളത്. ഞാൻ പറഞ്ഞു പൂർത്തിയാക്കട്ടെ. അപ്പോൾ ഞാനതിൽ കോട്ട് ചെയ്യാൻ കാരണം അതുപോലെ തന്നെയാണ് ഇവിടെ നിന്ന് പോകുന്ന ജോസ് കെ മാണിക്ക് ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി വിഷ്ണുദേവ് സായിയെ കാണുന്നതിനേക്കാൾ എളുപ്പം അനൂപ് ആന്റണിക്ക് കാണാൻ സാധിക്കും. അതാണ് ഞാൻ ഡോക്ടർ അരുണിനെയും എന്നെയും വെച്ച് കമ്പയർ ചെയ്തത്. എനിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയനോ പി ശശിയോ ഒന്നും പെട്ടെന്ന് കാണാൻ പറ്റില്ല, കാരണം ഞാൻ ആ പാർട്ടിയുമായി ഒരു ബന്ധവുമില്ലാത്ത ഒരാളാണ്. ഡോക്ടർ അരുണിന് പെട്ടെന്ന് അവരെ കാണാൻ സാധിക്കും, കൂടിക്കാഴ്ച നടത്താൻ സാധിക്കും. ഒന്ന്, ഞാൻ CPM-ന്റെ ഔദ്യോഗിക അംഗമല്ല. രണ്ട്, ഞാൻ ഇന്നേ വരെ അനൗദ്യോഗിക അംഗമാണ്. അല്ലാതെ പിണറായി വിജയനെ നേരിട്ട് എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. അത് തെറ്റാണ്. തെറ്റാണ്. നവകേരള സദസ്സിന്റെ രേഖ താങ്കളാണ് കൊടുത്തത്. അതാണ് പറഞ്ഞത്. അഭിമുഖത്തിനല്ലാതെ അഭിമുഖമല്ലല്ലോ, അതൊരു പരിപാടിയല്ലേ. പോയത് വന്നത് ഞാൻ കണ്ടിട്ടില്ല. ഔദ്യോഗികമല്ലാതെ ഒരിടത്ത് പോലും ഞാൻ അത് പറഞ്ഞില്ല. ഞാൻ പറഞ്ഞത് കൃത്യം സൂചനയാണ്. ഞാൻ അനൂപ് ആന്റണിയെയും ജോസ് കെ മാണി അല്ലെങ്കിൽ ജോൺ ബ്രിട്ടാസിനെയും വെച്ച് തന്നെ കമ്പയർ ചെയ്തതാണ്. ജോൺ ബ്രിട്ടാസിന് പോയാൽ അല്ല, ഞാൻ എനിക്ക് എന്നെ കമ്പയർ ചെയ്യുമ്പോൾ ശരി, ഓക്കെ. അപ്പോൾ ഞാൻ അവിടെ ഇരിക്കൂ. ഞാനപ്പോൾ എൻ്റെ കാര്യം പറഞ്ഞ് പൂർത്തിയാക്കിക്കോട്ടെ. അവിടെ ജോൺ ബ്രിട്ടാസിന് പോയി വിഷ്ണുദേവ് സായിയെ കാണാനോ അല്ലെങ്കിൽ അവിടുത്തെ ആഭ്യന്തരമന്ത്രിയെ പോയി കാണാനോ ഒന്നും സാധിക്കില്ല. അങ്ങോട്ടേക്ക് അടുക്കാൻ പോലും പറ്റില്ല. ജയിലിന് മുന്നിലൊക്കെ കറങ്ങി നടക്കാം, അവിടെ കസേര ഇട്ടിരിക്കാം, കസേര എവിടെ നിന്നോ സംഘടിപ്പിച്ച് അവിടെ കസേര ഇട്ടിരിക്കുകയൊക്കെ ആയിരുന്നു. എന്തായാലും അവർ പോയതിൻ്റെ അവരുടെ ഒരു ഉദ്ദേശത്തെ, അത് കന്യാസ്ത്രീകൾക്ക് വേണ്ടിയാണ്, അതിനെ ഞാൻ മാനിക്കുന്നു. താങ്കളെ പോലെ ഞാൻ അനൂപ് ആന്റണിയൊന്നും അപമാനിക്കുന്നത് പോലെ ഞാൻ ജോൺ ബ്രിട്ടാസിനെയൊന്നും അപമാനിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നുമില്ല. ഞാൻ ഈ വിഷയത്തിൽ തന്നെ നമുക്ക് നിൽക്കാം. 28-ാം തീയതി തിങ്കളാഴ്ച എത്തിയ അനൂപ് ആന്റണിയും സംഘവും കൃത്യമായി തന്നെ അവിടെ ഇടപെട്ടിട്ടുണ്ട് എന്നത് വ്യക്തമാണ്. അത് സഭയ്ക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. സിറോ മലബാർ സഭയ്ക്കാണ് ബോധ്യപ്പെടേണ്ടത്. കാരണം സിറോ മലബാർ സഭയുടെ കോൺഗ്രിഗേഷനിൽപ്പെട്ട കന്യാസ്ത്രീകളാണ് അവിടെ ജയിലിൽ കിടന്നത്. സിറോ മലബാർ സഭയിൽ നിന്ന് വന്ന പ്രതികരണങ്ങൾ, മാർ ജോസഫ് പാംപ്ലാനിയുടെ അടക്കം പ്രതികരണങ്ങളൊന്നും തലക്കെട്ടിൽ കണ്ടില്ല. അതൊക്കെ തലക്കെട്ടാകാതെ പോവുകയും എതിർത്ത് പറഞ്ഞ ക്ലിമ്മിസ് തിരുമേനിയുടേത് മാത്രം തലക്കെട്ടാവുകയും ചെയ്യുന്നതിന് പിന്നിലെ കൃത്യമായ ലക്ഷ്യം എന്താണ് എന്നുള്ളതൊക്കെ നന്നായി മലയാളികൾക്ക് മനസ്സിലാവുകയും ചെയ്യും. ഞാൻ താങ്കളെ അല്ല പറഞ്ഞത്, ഞാനിപ്പോൾ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പൊതു കാര്യമാണ് പറഞ്ഞത്. ഇവിടെ പ്രതികളെ സർക്കാരിന് കസ്റ്റഡിയിൽ ആവശ്യമില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ കേസ് ഡയറിയിലെ കാര്യങ്ങളടക്കം പ്രധാനപ്പെട്ടതാണ്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു പോയല്ലോ, കേസ് ഡയറിയിൽ നിന്ന് ഈ FIR എന്ന് പറയുന്നത് ഒരു അപ്രിഹെൻഷൻ ആൻഡ് സസ്പിഷൻ ഓഫ് കമ്മീഷൻ ഓഫ് ആൻ ഒഫൻസ് മാത്രമാണ് എന്നത്. അതുകൊണ്ട് ആ ഒരു കാര്യം, ആ ഒരു ഗ്രൗണ്ട് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഈ കേസ് ഡയറിയിലെ കാര്യങ്ങൾ വായിക്കുകയല്ലാതെ അതിനപ്പുറത്തേക്ക് ഏതെങ്കിലും തരത്തിൽ എതിർക്കാൻ, കസ്റ്റഡിയിൽ വേണമെന്ന് വാദിക്കാൻ, അങ്ങനെയൊക്കെ പല പല സാധ്യതകൾ ഉണ്ടായിരുന്നല്ലോ ഛത്തീസ്ഗഡ് സർക്കാരിന്റെയും പ്രോസിക്യൂഷന്റെയും മുന്നിൽ. അതിനൊന്നും അവർ നിൽക്കാതിരുന്നത് എന്തുകൊണ്ടാണ്? അത് UDF എംപിമാർക്കും LDF എംപിമാർക്കും അമിത്ഷാ കൊടുത്ത ഉറപ്പിന്റെ കൂടി അടിസ്ഥാനത്തിലാണ്. അടങ്ങൂ സുനിൽ, അടങ്ങൂ സുനിൽ. ഞാൻ പൂർത്തിയാക്കട്ടെ. ഞാൻ നിങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഉണ്ടായിരുന്നല്ലോ. ഞാൻ അത് ഇടപെട്ട് കഴിഞ്ഞതിന് ശേഷം താങ്കളുടെ ഡയറക്ഷൻ അപ്പോൾ ആ തിരിച്ചാ മര്യാദ പറയട്ടെ. അപ്പോൾ ഇവിടെ കസ്റ്റഡിയുമായി ബന്ധപ്പെട്ട പ്രതികളെ സർക്കാരിന് അല്ലെങ്കിൽ പ്രോസിക്യൂഷന് കസ്റ്റഡിയിൽ ആവശ്യമില്ല. തെളിവുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അന്വേഷണത്തിന്റെ ആദ്യഘട്ടം മാത്രമാണ് എന്നത് പറയുന്നു. അതുപോലെ കേസ് ഡയറി വെച്ച് പ്രതിഭാഗത്തിന്റെ വാദങ്ങൾ ഓരോന്നായി പ്രോസിക്യൂഷന് വേണമെങ്കിൽ അവിടെ എതിർക്കാമായിരുന്നു. അങ്ങനെ ഒരു വാദത്തിലേക്ക് പോയില്ല. അവിടെ ആകെ നടന്ന പ്രൊസീഡിങ്സ് എന്ന് പറയുന്നത് 15 മിനിറ്റ്സ് 15 മിനിറ്റ് മാത്രമാണ്. ഒരു തരത്തിലുള്ള എതിർപ്പും ഉന്നയിച്ചിട്ടില്ല എന്ന് പറയുന്നത് ഞാൻ ഇന്നലെ കോട്ട് ചെയ്തു, ഇന്ന് ഞാൻ ആവർത്തിക്കുന്നു. കാരണം പുറത്തിറങ്ങി ഇന്നും അഡ്വക്കേറ്റ് അമൃതോദാസ് അക്കാര്യം പറഞ്ഞിട്ടുണ്ട്. പ്രോസിക്യൂഷൻ ശക്തമായ എതിർപ്പ് അവിടെ ഉന്നയിച്ചിട്ടില്ല. ഉന്നയിക്കാമായിരുന്നു, എതിർപ്പ് ഉയർത്താമായിരുന്നു, അത് അവർ ചെയ്തിട്ടില്ല. അത് ഛത്തീസ്ഗഡ് സർക്കാരിന്റെ BJPയുടെ സ്റ്റാൻഡ് തന്നെയാണ്. ഇവിടെ പക്ഷേ LDFും UDFും കുറെ മാധ്യമപ്രവർത്തകരും മാധ്യമങ്ങളും ചേർന്ന് ശ്രമിക്കുന്നത് എന്താണ്? കേരളത്തിൽ BJPയെ ക്രൈസ്തവ സമൂഹത്തിൽ നിന്ന് അകറ്റി നിർത്തുക, അല്ലെങ്കിൽ ക്രൈസ്തവർക്കെതിരാണ് BJP, ന്യൂനപക്ഷങ്ങൾക്കെതിരാണ് BJP എന്ന് വരുത്തി തീർക്കുക. അതിനുവേണ്ടി ഈ അവസരത്തെ നന്നായി ഉപയോഗിക്കുകയാണ്. അതിനുവേണ്ടിയുള്ള സൗണ്ട് ബൈറ്റ്സ് ഒക്കെ ആവശ്യത്തിലധികം ജോൺ ബ്രിട്ടാസ് നൽകുന്നുമുണ്ട്. ആ സൗണ്ട് ബൈറ്റ്സ് ഒക്കെ വളരെ കൂടുതലായി ഇങ്ങനെ നൽകിക്കൊണ്ടേയിരിക്കുകയാണ്. ഇവിടെ തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനിയുടെ സൗണ്ട് ബൈറ്റിൽ നിന്ന് എന്താണ് വന്നത്? തെറ്റിനെ തെറ്റെന്ന് തന്നെ വിളിക്കും, എന്നാൽ ഏതെങ്കിലും രാഷ്ട്രീയ ലക്ഷ്യത്തോടെ ഒരു പാർട്ടിയെ നിരന്തരമായി ആക്രമിച്ചുകൊണ്ടിരിക്കുക എന്ന നിലപാടിൽ അത് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന ചിലർക്കൊക്കെയുള്ള ഒരു മറുപടിയായിട്ട് പാംപ്ലാനി പിതാവ് പറഞ്ഞതാണ്. അതുകൂടി അങ്ങ് കേൾക്കണം. ജാമ്യത്തിന് വേണ്ടി നടത്തിയ പ്രതിഷേധങ്ങളാണ് നമ്മൾ തെരുവിൽ കണ്ടത്. അത് തൃശൂർ അതിരൂപതയായാലും എറണാകുളം അങ്കമാലി അതിരൂപതയായാലും തിരുവനന്തപുരത്ത് വിവിധ സഭാ നേതൃത്വങ്ങൾ ചേർന്നായാലും കന്യാസ്ത്രീകളെ തുറുങ്കിലടച്ചതിന് എതിരെയാണ്
പ്രതിഷേധം നടന്നത്. ആ തുറുങ്കിലടച്ചതിനെതിരെ തന്നെയാണ് കേരളത്തിലെ BJP നേതൃത്വം നിന്നത്. അതുകൊണ്ടാണ് അവർക്കത് ഛത്തീസ്ഗഡ് നേതൃത്വത്തെ കേന്ദ്ര നേതൃത്വം വഴി ബന്ധപ്പെട്ട് അത് അറിയിക്കുകയും ഈ ജാമ്യത്തിലേക്ക് എത്തിക്കുന്നതിനായി പ്രവർത്തനം നടത്തുകയും ചെയ്യേണ്ടി വന്നത്. അത് ഈ സിസ്റ്റേഴ്സിന്റെ കോൺഗ്രിഗേഷന് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ടാണ്. അല്ലാതെ മദർ സുപ്പീരിയറിന് വിശ്വാസം റോജി എം ജോൺ MLA-യും ജോസ് കെ മാണിയെയും ഒക്കെ ആയിരുന്നെങ്കിൽ അവർക്കൊപ്പം ആയിരുന്നേനെമല്ലോ ഈ ജാമ്യ ഉത്തരവുമായി ജയിലിലേക്ക് വന്നിറങ്ങുക. എന്തുകൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖർ പിടിച്ചു കയറ്റി കൊണ്ടുവന്നതല്ല, സന്തോഷത്തോടു കൂടിയാണ് പോകുന്നത്. മാത്രമല്ല BJP കേരളത്തിന്റെയും രാജീവ് ചന്ദ്രശേഖരന്റെ ഒക്കെ പേജിൽ പോയി നോക്കിയാൽ കാണാം, ആ മഠത്തിനകത്ത് അവരെല്ലാവരും സന്തോഷത്തോടെ നിൽക്കുന്ന ഒരു ചിത്രം കൂടി പങ്കുവച്ചിട്ടുണ്ട്. അത് കന്യാസ്ത്രീകളെ ആരെയും കെട്ടിയിട്ട് നിർത്തിയെടുത്ത ചിത്രമൊന്നുമല്ല. അപ്പോൾ ആ അമ്മമാർക്കൊപ്പം, ആ സിസ്റ്റേഴ്സിനൊപ്പം 55ഉം 53ഉം വയസ്സും പ്രായമുള്ള സിസ്റ്റർ പ്രീതി മേരിക്കും സിസ്റ്റർ വന്ദന ഫ്രാൻസിസിനും ഒപ്പം തന്നെയാണ് BJP നിന്നത്. അത് നിങ്ങൾ എത്ര അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അത് അങ്ങനെ ആയിത്തീരില്ല എന്നതുകൂടി ഞാൻ പറയുകയാണ്. എന്തായാലും ഇക്കാര്യത്തിൽ കസ്റ്റഡി വേണ്ട എന്ന പ്രോസിക്യൂഷൻ എടുത്ത നിലപാടടക്കം, സമയപരിമിതി കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്, കസ്റ്റഡി വേണ്ട എന്ന നിലപാടടക്കം എടുത്തത് കൊണ്ട് തന്നെയാണ് ജാമ്യം കിട്ടിയത്. അത് നിങ്ങൾ ഇനി എത്ര അല്ല എന്ന് പറഞ്ഞാലും തലകുത്ത് എന്ന് പറഞ്ഞാലും അതുകൊണ്ടാണ് ജാമ്യം കിട്ടിയത് എന്നത് വസ്തുതയാണ്. അതിൽ അനൂപ് ആന്റണി ഇടപെട്ടിട്ടുണ്ട്, കേരള BJP ഇടപെട്ടിട്ടുണ്ട്. അത് പോസിറ്റീവായ റിസൾട്ട് ഉണ്ടാക്കിയെന്നത് സഭയ്ക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഇനി ആർക്ക് ബോധ്യപ്പെട്ടിട്ടില്ലെങ്കിലും ഒരു കുഴപ്പമില്ല. ശരി, എനിക്കൊരൊറ്റ ചോദ്യമുണ്ട് ഇടവേളയ്ക്ക് പോകുന്നതിന് മുമ്പ്. അനൂപ് ആന്റണി എത്തിയത് 2 ദിവസം മുമ്പാണല്ലോ, 28-ാം തീയതി. അത് 2 ദിവസം മുമ്പല്ല, കണക്കൊന്ന് നോക്കി, 2-ാം തീയതി. അത്രയും ദിവസം മുമ്പ് എത്തി. തിങ്കളാഴ്ച. BJPക്ക് അറിയാം അവിടെ അനൂപ് ആന്റണി ഉള്ള വിവരം. അനൂപ് ആന്റണി ഉണ്ട്. ഇന്ന് രാവിലെ ഛത്തീസ്ഗഡ് BJPയുടെ പോസ്റ്റ് മാനവ തസ്കരവും എന്നാണ് ഈ കന്യാസ്ത്രീ. ആ പോസ്റ്റ് ഇട്ട ആളെ കൊണ്ട് തന്നെ അത് റിമൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും ആ പോസ്റ്റ് നിൽക്കുകയാണ്. എന്ന് വെച്ചാൽ അനൂപ് ആന്റണി അവിടെ എത്തി ഛത്തീസ്ഗഡിന്റെ BJPയുടെ ഇന്നത്തെ ദിവസം ഛത്തീസ്ഗഡ് BJPയെ നിയന്ത്രിക്കാനല്ല അനൂപ് ആന്റണി പോയത്. കെ ചരണോമ്മയും കോൺഗ്രസ് പാർട്ടി എന്നുള്ളതാണ്. മാനവ തസ്കരം എന്ന് എന്തുകൊണ്ട് അങ്ങനെ വന്നു? ഇടവേള. വെൽക്കം ബാക്ക്. മുഖം രക്ഷിച്ചോ BJP എന്നുള്ളതാണ് ചോദ്യം. മുഖം രക്ഷിച്ചില്ല എന്ന് മാത്രമല്ല, മുഖം കൂടുതൽ വികൃതമാകുന്ന കാഴ്ചയാണ് നമ്മൾ ഇന്ന് കണ്ടത് എന്നാണ് എൻ്റെ അഭിപ്രായം. എന്തുകൊണ്ട്? ഒന്ന്, ജാമ്യാപേക്ഷയെ എതിർത്തില്ല എന്ന് പറയുമ്പോൾ തന്നെ ഈ കോടതി വിധിയുടെ ആദ്യ ഭാഗത്ത് ഫോർമലായ ഒബ്ജക്ഷൻ പ്രോസിക്യൂട്ടർ ഉയർത്തി എന്ന് ഈ ജാമ്യവിധിയിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട്. സംശയമില്ലല്ലോ ആർക്കും? കോടതി വിധിയിൽ വളരെ കൃത്യമായി പറയുന്നത് ഫോർമൽ ഒബ്ജക്ഷൻ ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് ഈ കോടതി വിധിയിൽ പറയുന്നത്. ആ ഭാഗം ഞാൻ ഒരിക്കൽ കൂടി വായിക്കാം. സുജയുടെ അറിവിലേക്ക് വേണ്ടി, പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ അറിവിലേക്ക് വേണ്ടി ഒരുപാട് തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രചരണങ്ങൾ നടക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. എന്താണ് ഈ കേസിൽ സംഭവിച്ചത് എന്നുള്ളത്? ലേൺഡ് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ഫോർ NIA ഹാവ് റേസ്ഡ് ഫോർമൽ ഒബ്ജക്ഷൻ എന്ന് വളരെ വ്യക്തമായി 4ാമത്തെ പേജിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതിന് തൊട്ട് മുമ്പത്തെ ഒരു പേജുണ്ട്, അത് ബജരംഗ് ദളിൻ്റെ അഭിഭാഷകർ കൊടുത്തിരിക്കുന്നതാണ്. ഈ 2 വക്കീലന്മാരും അവിടെ കാര്യങ്ങൾ പ്രസന്റ് ചെയ്തു. ഹേമന്ത് കുമാർ മിശ്ര പറയുന്നത് എന്താ? അല്ലീജിങ് അല്യൂർമെന്റ് ഓഫ് ഗേൾസ് ഫോർ റിലീജിയസ് കൺവേർഷൻ ആൻഡ് ഹ്യൂമൻ ട്രാഫിക്കിംഗ്, മനുഷ്യക്കടത്തിനു വേണ്ടിയും മതപരിവർത്തനത്തിനു വേണ്ടിയും പ്രലോഭിപ്പിച്ചു എന്ന് പറയുന്നത് ഒബ്ജക്റ്റ് ചെയ്ത മറ്റൊരു അഭിഭാഷകനാണ്. അതായത് ലേൺഡ് പബ്ലിക് പ്രോസിക്യൂട്ടറും ബജരംഗ് ദളിൻ്റെ അഭിഭാഷകരും രണ്ടുപേരും കോടതിയിൽ ഈ ജാമ്യാപേക്ഷയെ എതിർത്ത് സംസാരിച്ചു. പേജ് നമ്പർ 4 വിധി ന്യായത്തിലുണ്ട്. ഇത് ശരിയാണ്. തർക്കങ്ങളെങ്കിൽ ഇപ്പൊ തർക്കിക്കാം. ശരി, പോയിന്റ് നമ്പർ 2. അല്ല, ഫോർമൽ ഒബ്ജക്ഷൻ എന്ന ഒറ്റ വരി മാത്രമാണ്. അടുത്ത ചോദ്യം ഇതാണ്. ആ ഫോർമൽ ഒബ്ജക്ഷൻ ഉണ്ട്, കസ്റ്റഡി വേണ്ട. എന്താ അതിന്റെ ലോജിക്ക്? കസ്റ്റഡിയിൽ വേണ്ടാതെ നിങ്ങൾ ഫോർമലി ഒബ്ജക്റ്റ് ചെയ്യുന്നത് എന്തിനാ? കേസ് ക്ലോസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട്. അതുകൊണ്ടാണോ ഒരാളെ ജയിലിടുക? നോക്കൂ, കസ്റ്റഡിയിൽ നിങ്ങൾക്ക് വേണ്ടാതെ നിങ്ങൾക്ക് ഈ 2 കന്യാസ്ത്രീകളെയും ജയിലിൽ ഇടണം എന്ന് ഛത്തീസ്ഗഡ് സർക്കാർ തീരുമാനിച്ചു. സംശയത്തിന്റെ ജയിലിടുകയാണോ വേണ്ടത്, ബെയിൽ കൊടുക്കുകയാണോ വേണ്ടത്? സംശയ നിവാരണം വരുത്തണം. ജയിലാണോ ബെയിലാണോ വേണ്ടത്? അത് കോടതിയിൽ വാദം നടന്നപ്പോൾ ബെയിൽ കൊടുക്കുകയാണ് എന്നുള്ളത് തീരുമാനത്തിലേക്ക്. ആര് തീരുമാനത്തിലെത്തി? എന്റെ അഭിപ്രായം, എനിക്ക് മനസ്സിലായത് ജഡ്ജി തീരുമാനത്തിലെത്തി. സർക്കാരിന്റെ പ്രോസിക്യൂട്ടർ എന്താ പറഞ്ഞത്? ബെയിൽ കൊടുക്കണമെന്നാണോ ബെയിൽ കൊടുക്കേണ്ടതാണോ? ബെയിൽ കൊടുക്കരുത് എന്ന് വാദിച്ചതായി താങ്കൾ ചൂണ്ടിക്കാണിക്കൂ. പേജ് നമ്പർ 4. പബ്ലിക് പ്രോസിക്യൂട്ടർ ഫോർ NIA ഹാവ് റേസ്ഡ് ഫോർമൽ ഒബ്ജക്ഷൻ. അതേസമയം കസ്റ്റഡി അപേക്ഷ നൽകുന്നുമില്ല. ഇതാണ് ഇതിൽ വിചിത്രമായ കാര്യം. മജിസ്ട്രേറ്റ് കോടതി, മനസ്സിലാകാത്തത് എന്താണ്? വസ്തുതാവിരുദ്ധമായ കാര്യങ്ങളുണ്ടെങ്കിൽ അത് സമർത്ഥിക്കും. വെറുതെ ബഹളം ഉണ്ടാക്കിയിട്ട് ആൾക്കാർ കേൾക്കാതിരിക്കാനാണെങ്കിൽ അത് ചെയ്തോളൂ. അപ്പോൾ പബ്ലിക് പ്രോസിക്യൂട്ടർ ഫോർമലായി ഒബ്ജക്റ്റ് ചെയ്തു. പോയിന്റ് നമ്പർ 1. അത് വളരെ കൃത്യമായി ഇന്നത്തെ വിധിന്യായത്തിലുണ്ട്. 2, അതേ പ്രോസിക്യൂട്ടർ കസ്റ്റഡി അപേക്ഷ ആവശ്യപ്പെട്ടിട്ടുമില്ല. ഇതാണ് അതിലെ വിചിത്രമായ കാര്യം. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ജയിലിൽ കിടക്കട്ടെ, ഞങ്ങൾക്ക് കസ്റ്റഡി ഒന്നും വേണ്ട, ജയിലിൽ കിടക്കട്ടെ,
മജിസ്ട്രേറ്റ് കോടതിയിൽ, സെഷൻസ് കോടതിയിൽ, അവിടെ നിന്ന് NIA കോടതിയിലേക്ക് കേസ് മാറ്റിയതിൽ അവിടെയാണ് ഛത്തീസ്ഗഡ് BJPയുടെ മുഖം വികൃതമാവുന്നത്. ഛത്തീസ്ഗഡ് BJPയും കേരള BJPയും ഒരേ BJP ആണെന്നാണ് ഞാനിതുവരെ ധരിച്ചു വെച്ചിരിക്കുന്നത്. വ്യത്യസ്ത അഭിപ്രായമുണ്ടെങ്കിൽ സുജയ്ക്ക് പറയാം. എന്തുകൊണ്ടാണ് ഛത്തീസ്ഗഡ് BJPയുടെ ഇന്നത്തെ ഫേസ്ബുക്ക് പോസ്റ്റിൽ വളരെ കൃത്യമായി ഇതേ അനൂപ് ആന്റണിയും ഇതേ രാജീവ് ചന്ദ്രശേഖരും ഇതേ ഷോൺ ജോർജും അവിടെ രക്ഷാപ്രവർത്തനം നടത്തുമ്പോൾ ഛത്തീസ്ഗഡ് BJPയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ വരുന്നത് മാനവ തസ്കരോം കെ ചരണോം മേ കോൺഗ്രസ് പാർട്ടി. ഈ കന്യാസ്ത്രീകളെ വിശേഷിപ്പിക്കുകയാണെന്നേ. ഇന്ന് ചേർത്തു പിടിച്ച, ഇന്ന് ആർക്കു വേണ്ടി കണ്ണീർ പൊഴിച്ചോ ആ കന്യാസ്ത്രീകളെ വിശേഷിപ്പിക്കുകയാണ് മാനവ തസ്കരോ, മനുഷ്യക്കടത്തുകാർ എന്ന് വിശേഷിപ്പിക്കുകയാണ് ഛത്തീസ്ഗഡ് BJP. മുഖം വ്യക്തമാവുകയാണോ, മുഖം രക്ഷിക്കുകയാണോ, വികൃതമാവുകയാണോ, അത് പ്രേക്ഷകർ തീരുമാനിച്ചോളൂ. ഇത് പോയിന്റ് നമ്പർ 2. ഇനി പോയിന്റ് നമ്പർ 3. ഇതിനേക്കാൾ വലിയ ആശങ്കയുണ്ടാക്കുന്ന ഒരു കാര്യം സുജയ പറഞ്ഞതും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞതും. ഒരു പൗരൻ എന്ന നിലയിൽ എനിക്ക് ഏറ്റവും ആശങ്കയുണ്ടാക്കുന്ന ഘടകം എന്താണ് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത്, സുജയ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കാൻ ശ്രമിക്കുന്നത്, അനൂപ് ആന്റണി അടക്കം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത്യന്തം അപകടകരമായ സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. അമിത്ഷായെ കണ്ടു, ഉറപ്പ് നൽകി. പ്രധാനമന്ത്രിയെ കണ്ടു, ഉറപ്പ് നൽകി. എന്താണ് ഉറപ്പ് നൽകിയത്? ജാമ്യം കിട്ടുമെന്ന് ഉറപ്പ് നൽകി. ഈ രാജ്യത്തെ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും വിചാരിച്ചാൽ ഒരു സ്വതന്ത്രമായ നീതിന്യായ വ്യവസ്ഥയിൽ ഒരു കേസ് നിഷ്പക്ഷമായി അന്വേഷിച്ച് അതിൻ്റെ മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ജാമ്യം കൊടുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്ന നമ്മുടെ നീതിന്യായ സംവിധാനത്തിൽ രാഷ്ട്രീയ ഇടപെടലിലൂടെ ജാമ്യം കിട്ടി എന്നാണോ രാജീവ് ചന്ദ്രശേഖരും അനൂപ് ആന്റണിയും പറയുന്നത്? അങ്ങനെയാണെങ്കിൽ അമിത്ഷായെ കാണാൻ പോയത് എന്തിനാണ്? UDF എംപിമാർ പൊളിറ്റിക്കൽ ആണെങ്കിൽ അതിന് പൊളിറ്റിക്കൽ റിപ്ലൈ നിങ്ങൾ ഒന്നുകിൽ ഭരണഘടനയെ കുറിച്ച് മനസ്സിലാക്കും. നമ്മുടെ രാജ്യത്തെ ഇൻഡിപെൻഡൻസ് താങ്കൾ മാത്രമാണല്ലോ ഇവിടെ ഭരണഘടന പഠിച്ചിരിക്കുന്നത്. നിങ്ങൾ വ്യക്തി അധിക്ഷേപങ്ങൾ നിർത്തൂ. അല്ല, താങ്കൾ ജുഡീഷ്യറി അഥവാ നമ്മളുടെ നീതിന്യായ വ്യവസ്ഥയ്ക്ക് ഒരു സ്വതന്ത്ര അസ്തിത്വമുണ്ട്. ആ സ്വതന്ത്ര അസ്തിത്വത്തെ എക്സിക്യൂട്ടീവിന് ഇടപെടാൻ കഴിയില്ല. ഒരാൾക്ക് ജാമ്യം കൊടുക്കണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്ന മുഖ്യമന്ത്രിയോ അല്ല. കേൾക്കൂ, ഒന്നുകിൽ നിങ്ങളിത് കേൾക്കാനുള്ള ക്ഷമ കാണിക്കൂ, ഒന്നുകിൽ അത് മനസ്സിലാക്കില്ലെങ്കിൽ മനസ്സിലാക്കാൻ ശ്രമിക്കൂ, അല്ലെങ്കിൽ അത് തിരുത്താൻ ശ്രമിക്കൂ നിങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ. ഇതാ, ഇൻഡിപെൻഡൻസ് ഓഫ് ജുഡീഷ്യറിയുള്ള ഒരു നാട്ടിൽ കോടതിയിൽ നടക്കുന്ന ഒരു പ്രോസസ്സിനെ നിങ്ങൾ രാഷ്ട്രീയമായി സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്നല്ലേ പറഞ്ഞതിൻ്റെ അർത്ഥം? എന്നെ ഭയപ്പെടുത്തുന്നതല്ല. ജാമ്യം കിട്ടിയതിനകത്ത് രാഷ്ട്രീയ ഇടപെടലുണ്ട്, നമ്മൾ താൽക്കാലിക ആശ്വാസം. പക്ഷെ ഒരു പൗരൻ എന്ന നിലയിൽ ഞാൻ ആശങ്കപ്പെടുന്നത് നിങ്ങൾക്ക് ഇന്നൊരാൾക്ക് രാഷ്ട്രീയ ഇടപെടലിലൂടെ ജാമ്യം കൊടുക്കാൻ കഴിയും, അതേ രാഷ്ട്രീയ ഇടപെടലിലൂടെ നിങ്ങൾക്കൊരാൾക്ക് ജാമ്യം നിഷേധിക്കാനും കഴിയും. ജിമ്മി, അതാണ് ഇന്ന് 2 കന്യാസ്ത്രീകൾക്ക് രാഷ്ട്രീയ ഇടപെടലിലൂടെ ജാമ്യം കൊടുക്കാൻ സാധിച്ചു എന്നാണ് BJP പറയുന്നതെങ്കിൽ, ഇതേ രാഷ്ട്രീയ ഇടപെടലുകളിലൂടെ നിങ്ങൾക്ക് 2 പേരെ ജയിലിനുള്ളിൽ ഇടാൻ സാധിക്കും. എക്സാമ്പിൾ സ്റ്റാൻ സ്വാമി, എക്സാമ്പിൾ റോണ വിൽസൺ, എക്സാമ്പിൾ മദിനി. നിങ്ങൾക്ക് രാഷ്ട്രീയ ഇടപെടലിലൂടെ ജാമ്യ വ്യവസ്ഥ നിഷേധിക്കാൻ കഴിയും. ഈ രാജ്യത്തിന്റെ ഭരണഘടന എങ്ങോട്ടാ പോകുന്നത്? അല്ല, അതുകൊണ്ടാണ് 3 ദിവസം മുമ്പ് നിങ്ങൾ അപകടകരമായ സ്റ്റേറ്റ്മെന്റ് വന്നു രാജീവ് ചന്ദ്രശേഖരന്റെ. എന്താ സ്റ്റേറ്റ്മെന്റ് എന്നറിയാമോ? നിങ്ങൾ പ്രതിഷേധം സംഘടിപ്പിച്ചതുകൊണ്ടാണ് ജാമ്യം കിട്ടാതെ പോയതെന്ന്. നീതിന്യായ വ്യവസ്ഥയെ വെല്ലുവിളിക്കുകയല്ലേ, കോടതിയെ വെല്ലുവിളിക്കുകയല്ലേ? ഒരു കോടതി ജാമ്യം കൊടുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് ആ ജാമ്യത്തിന് വേണ്ടി തെരുവിൽ നടക്കുന്ന പ്രതിഷേധങ്ങൾ കണ്ടുകൊണ്ടാണോ? കേസിൻ്റെ മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിലല്ലേ? അങ്ങനെ കേസിൻ്റെ മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിലല്ലേ നമ്മുടെ നീതിന്യായ വ്യവസ്ഥ പെരുമാറേണ്ടത്? അത്യന്തം അപകടകരമായ രാഷ്ട്രീയ സ്റ്റേറ്റ്മെൻറ്റുകൾ ഇതിനിടയിൽ വന്നു പോയിട്ടുണ്ട്. ബാക്കി കാര്യങ്ങളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല, അതെല്ലാം പ്രേക്ഷകർ നിങ്ങളുടെ മുന്നിൽ കണ്ടതാണ്. അവകാശവാദങ്ങളുമായിട്ട് എത്തുന്നത് കാണുമ്പോൾ എനിക്ക് ഒരു സിനിമയിൽ ഐമനം സിദ്ധാർത്ഥൻ എന്നൊരു കഥാപാത്രമുണ്ട്. ആ ഐമനം സിദ്ധാർത്ഥനെ മാത്രമേ എനിക്ക് ഓർമ്മ വരുന്നുള്ളൂ. നേരത്തെ ജിമ്മി പറഞ്ഞതാണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ള കാര്യം. ആദ്യം അള്ളുവയ്ക്കും, പിന്നീട് അള്ളുവെച്ചിട്ട് പഞ്ചറൊട്ടിച്ച് ഹീറോ ആവാൻ ശ്രമിക്കും. രക്ഷിക്കാൻ വേണ്ടിയിട്ട് മുറിപ്പെടുത്തുന്നവനെന്ന് കേട്ടിട്ടുണ്ട്. ആ പേര് ചേരുന്നത് ആർക്കാണെന്ന് പ്രേക്ഷകർ തീരുമാനിച്ചുള്ളൂ. അവിടെ കണ്ടതാണ് 8 ദിവസം കഴിഞ്ഞ് 9ാമത്തെ ദിവസമാണ് അവർ പുറത്തിറങ്ങുന്നത്. ഈ 9 ദിവസം ഈ കന്യാസ്ത്രീകൾ ആ ജയിലിനുള്ളിൽ അനുഭവിച്ച നരകതുല്യമായ ജീവിതത്തിന് ആരാണ് മറുപടി പറയുക? സുജയ, ആരാണ് മറുപടി പറയുക? എന്നിട്ട് ഇന്ന് വിധിന്യായത്തിൻ്റെ 7ാമത്തെ പേജിൽ കോടതി തന്നെ കണ്ടെത്തുന്നു കേവലം സംശയത്തിൻ്റെ പേരിൽ എന്നിട്ട് സ്ട്രിഞ്ചന്റ് കണ്ടീഷൻ ഉണ്ട്. ഒരു കണ്ടീഷൻ എന്താണെന്നറിയാമോ? 2 ആഴ്ച കൂടുമ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ അടുത്ത് പോയി, അതല്ലെങ്കിൽ നിങ്ങളുടെ ജൂറിസ്ഡിക്ഷനുള്ള പോലീസ് സ്റ്റേഷനിൽ പോയി നിങ്ങൾ ഒപ്പുവെച്ച് വരണം. ആരെ പോലെ? കുറ്റവാളികൾ ഒപ്പുവെച്ചിറങ്ങുന്നത് പോലെ. ഈ വേഷമിട്ടുകൊണ്ട്, കാവൽ മാലാഖയുടെ വേഷമിട്ടുകൊണ്ട് ഈ കന്യാസ്ത്രീകൾ പോലീസ് സ്റ്റേഷനിൽ ഓരോ 14 ദിവസം കൂടുമ്പോഴും പോയി ഒപ്പിട്ടിട്ട് തിരിച്ചു വരണം. ഇതാണ് സ്ട്രിഞ്ചൻ്റായ ഒരു കണ്ടീഷൻ. ഈ NIAയുടെ പേരിലിരിക്കുന്ന കേസ് എഴുതി തള്ളിയോ? കേസ് എഴുതിത്തള്ളാതെ ഈ കേസ് ഇല്ല എന്ന് പറയാനുള്ള ആർജവം കാണിക്കാത്തിടത്തോളം കാലം BJPയുടെ മുഖം രക്ഷിക്കാൻ BJPക്ക് കഴിയില്ല.
ഛത്തീസ്ഗഡിലെ BJP ഇപ്പോഴും ഈ കന്യാസ്ത്രീകളെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് മാനവ തസ്കരവും എന്നാണ്. ഈ മനുഷ്യരെ കടത്തുന്നവർ എന്നാണ്. ഇത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ലജ്ജാകരമായ കാര്യം. എന്നിട്ട് അതിൻ്റെ പുറത്ത് നടത്തുന്ന എല്ലാ കെട്ടിപ്പിടിക്കലുകളും ധൃതരാഷ്ട്രാലിംഗനങ്ങളും നിങ്ങളുടെ മുഖം മൂടികൾ പൊഴിഞ്ഞു വീഴാൻ മാത്രമേ സഹായിക്കൂ എന്നൊരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. അതുകൊണ്ട് മുഖം രക്ഷിച്ചോ എന്ന ചോദ്യത്തിന് എൻ്റെ ഉത്തരം മുഖം രക്ഷിച്ചില്ലെന്ന് മാത്രമല്ല, മുഖം കൂടുതൽ വികൃതമാകുന്നു. അതിനേക്കാൾ ഭയപ്പെടുത്തുന്നത് നമ്മുടെ ജനാധിപത്യവും ഭരണഘടനയും ഉറപ്പു നൽകുന്ന നീതിയും പൗരാവകാശവും ഒരിക്കൽ കൂടി രാഷ്ട്രീയ അധികാരത്തിൻ്റെ പുറത്ത് സ്വാധീനിക്കാൻ കഴിയുമെന്ന് ഭരണകക്ഷിയുടെ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അതെന്നെ സംബന്ധിച്ച് ഏറ്റവും ആശങ്കയുണ്ടാക്കുന്ന വിഷയമാണ്. മുഖം രക്ഷിച്ചു എന്ന ചോദ്യത്തിന് ഒരാൾ മാത്രം യെസ്, 3 പേർ നോ. Meet the editors.